नमाम्य श्री नरसिंह जय नरसिंह जय प्रहलादेश जय पद्ममुख मुख पद्मभृंग पतिनाश नरसिंह भगवान की जय पद्मनाभ महाराज की जय हृदय महाराज की जय श्रील प्रभात की जय गरुड़मानते हरि हरि बोल हरे कृष्ण सर्व श्री राधा कृष्णार्पणमस्तु എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ സതി മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവർക്കും ഏകാദശി ആശംസകൾ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ ഏകാദശി കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവരും ഏകാദശി എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. കാര്യം ഇന്ന് ഫ്രൈഡേ ആണ്, ഞങ്ങൾക്ക് അവധിയാണ് ഇവിടെ. അവധി ദിവസം ഏകാദശി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാര്യം ഉറക്കം എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കപ്പയൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും. ഇന്ന് എല്ലാവരും ദയവുണ്ടായി എന്നെ ഒന്ന് പിടിച്ചു നിർത്തിയേക്കണം, ഉറക്കം തൂങ്ങി വീഴാതെ. അതുപോലത്തെ അവസ്ഥയാണ്. ഉച്ചക്ക് കപ്പയും ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ, തൈരൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും എന്താണ് നെഞ്ചുവേവലും പിന്നെ എന്താ പറയുക ഉറക്കമാണ് ഭയങ്കരമായിട്ട്. ഓഫീസിലാണെങ്കിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കിനും ഉറക്കമൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കുറെ ഫോൺ കോളൊക്കെ വന്നപ്പോഴത്തേനും ഉറക്കമൊക്കെ തന്നെ എവിടെയോ പമ്പ കിടന്നു. ഇതതുപോലെയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദയവായി ക്ഷമിക്കണം. പിന്നെ ഒരു പ്രാർത്ഥന, ആ രതിദേവി മാതാജിയെ വീണ്ടും കാണാനായിട്ട് സാധിച്ചു. മാതാജിയെ ഇടയ്ക്ക് കാണാതായി പോയി. പത്മ മാതാജിയെ ഇടയ്ക്ക് കാണാതായി പോയി. ഭാഗവതത്തിനും ഞാൻ ഒരു ദിവസമല്ലേ ഉള്ളൂ, കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ലേ ഉള്ളായിരുന്നില്ല. ഞാൻ ഒരു ദിവസം ഞാൻ ചിദംബരത്തൊക്കെ പോയിരുന്നതാ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. മാതാജി ഒരാഴ്ച വന്നില്ല, ഒരുപാട് നാൾ വന്നില്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ ദിവസം. അതെ, കഴിഞ്ഞ ഭാഗവതത്തിന് വന്നില്ലെന്നേ ഉള്ളൂ, കഴിഞ്ഞ വെള്ളിയാഴ്ച. അതെ. അതായത് മുടങ്ങാതെ ഭാഗവതം ഭഗവത്ഗീത അറ്റൻഡ് ചെയ്യുന്ന ഒരേ ഒരാൾ പത്മാമാതാജി. മാതാജി ഭാഗവതം കയറാതിന് വലിയൊരു ഗ്യാപ്പ് പോലെയാ തോന്നിച്ചത്. അമ്മ വന്നിട്ടുണ്ട്, എന്റെ അമ്മയുണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ ഒരു ആശുപത്രി കേസുകെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്ക് ആശുപത്രി പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം പോയിട്ട് വന്നപ്പോഴത്തേക്കിനും പിന്നെ സമയം പോയി, കയറാൻ പറ്റിയില്ല. അതെയല്ലേ? അന്ന് ആഴ്ച. അല്ലെ ഞാൻ നിവൃത്തിയുണ്ടേ നോക്കൂ, ശ്രമിക്കും. അതെയല്ലേ? കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരുപാട് താങ്ക്സ്. അതുപോലെ ശാന്തകുമാരി മാതാജി ഇന്ന് സന്തോഷം, അർജുൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ശാന്തകുമാരി മാതാജി എന്നുള്ള ലേബലിൽ അറിയപ്പെടാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ആദ്യം പേര് തന്നെ അല്ലായിരുന്നോ പ്രഭു? ആദ്യം അത് തന്നെ ആയിരുന്നു. ആദ്യം ആ പേര് തന്നെ ആയിരുന്നു. വീണ്ടും തിരിച്ചെത്തി പഴയ രൂപത്തിലേക്ക്. ഹരേ കൃഷ്ണ. അതായത് ഭഗവത്ഗീത പഠിച്ചാലുള്ള മാറ്റാ, നമ്മുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാകും. നമ്മളെ തന്നെ മനസ്സിലാകും, നമ്മുടെ ഉള്ളിൽ എന്താണെന്നുള്ളത്. അപ്പൊ ഭഗവത്ഗീത പഠിച്ചുകൊണ്ടുള്ള വ്യത്യാസം സ്വന്തം പേരിലേക്ക്, അതായത് പേരെന്ന് പറഞ്ഞ ഞാൻ ആരാണ്? ഞാൻ ഈ ആത്മാവാണ്. അപ്പൊ മാതാജി പേര് മാറ്റിയതിലൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അതുപോലെ നമ്മൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാം, മല്ലിക മാതാജിയുടെ നെറ്റ് ക്ലിയർ ആകണേ എന്ന്. അവസാനം വരെ മല്ലിക മാതാജിക്ക്, അല്ലെങ്കിൽ ഏത് സമയം ഞാനിങ്ങനെ നോക്കുമ്പോൾ മല്ലിക മാതാജി പുറത്തിറങ്ങുക വരിക, പുറത്തിറങ്ങുക വരിക, പുറത്തിറങ്ങുക വരിക, പിന്നെ അപ്രത്യക്ഷമാകും. മാതാജിനെ മടുത്തു പോകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, നെറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണമെന്ന് മാതാജിക്ക് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. ഇടയ്ക്കൂടൊന്ന് പറഞ്ഞോട്ടെ, ജ്ഞാനാംബിക മാതാജിയുടെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. ഞാൻ അന്ന് രാത്രി തന്നെ പ്രഭുജി ഇട്ടപ്പോ തന്നെ ഞാനത് കേട്ടു. വളരെ നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സ്ട്രോങ് കാൻഡിഡേറ്റ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എനിക്ക് ശബ്ദമൊക്കെ പോയാലും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? സേനാനായകര. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അങ്ങനെ ആവുമ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രഭുവിന് ഞങ്ങളെല്ലാരും, ഞങ്ങൾക്കും ആരുമില്ല, പ്രഭു ഒക്കെ ഉള്ളു, വേറെ ആരുമില്ല. ഹരേ കൃഷ്ണ. ഭഗവാനുണ്ട് മാതാജി എല്ലാവർക്കും. അല്ല, ഭഗവാനുണ്ട്. നമ്മുടെ കാര്യം അല്ല, ഭഗവാൻ കൊണ്ട് തന്നത് ഭഗവാനല്ലേ? അത് തന്നെ, തീർച്ചയായിട്ടും മാതാജിയുടെ നല്ല റിയലൈസേഷൻ ആണ്. ശ്രീരംഗ ഭഗവാന്റെ മുന്നിൽ ഞാൻ പ്രഭുവിന് വേണ്ടി പ്രത്യേകം ആരും ഇല്ല ഇവിടെ ഒന്നും പറഞ്ഞു തരാൻ. ആരും നമുക്ക് പോകാൻ സാഹചര്യം ഇല്ല. പ്രഭു
വേറെ എവിടെയെങ്കിലും ആരുമില്ല. പോകണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഈ അതെ ചിലപ്പോ അതെ. പ്രത്യേകിച്ച് മാതാജിയുടെ ഒക്കെ ആ ഏരിയ അങ്ങോട്ടേക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടെയെങ്കിലും ഒരു കൃഷ്ണഭക്തരെ കാണാനേ ഇല്ല. ഇല്ല. വളരെ ഈ പാടാ. മാല ഇട്ടിരിക്കുന്ന ആയിരിക്കും. കൊന്തയാണോ? ആ ഹാ ഹാ. ആരും ഇല്ല, എവിടെ ഇല്ല പ്രഭു, എവിടെ ഇല്ല, വളരെ ചുരുക്കമാണ്. ചില പ്രദേശത്തുണ്ട്, എന്റെ ഒരു തിരുവനന്തപുരത്തൊക്കെ സങ്കടം. ഉണ്ട്. പക്ഷെ ഇവിടെ പിന്നെ ഇവിടെയൊക്കെ കുറവാ. ഈ ജ്ഞാനാംബിക മാതാജിയുടെ ആ ഏരിയയിൽ കുറേയൊക്കെ സത്സംഗങ്ങളായി. ഈ പത്മമാതാജിയുടെ ആ ഏരിയയിലേക്കൊന്നും ഇല്ല. ഇല്ല, വലുതായിട്ടൊന്നുമില്ല. ഞങ്ങൾ കുറെ പറയുന്നതുകൊണ്ട് കുറെ ഉണ്ട്, അത്രേ ഉള്ളൂ. കോട്ട- അമ്പലത്തിൽ ഈയിടെ സപ്താഹം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ആ ഹാ. സപ്താഹവും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഇങ്ങനെ അവര് ഉണ്ടാവും. വായിക്കുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. അതെ, കോട്ടയത്ത് ഒരു അതൊക്കെ ഉണ്ട്. സത്സംഗമുണ്ട് മങ്കുന്നത്ത് വർഷങ്ങളായിട്ട്. കാവിലുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല. 4, 3, 7 പേരിൽ കൂടുതൽ അവിടെ ഇല്ല. വർഷങ്ങളായിട്ട് അവർക്ക് അത് ഏറ്റുമാനൂര് വികസിപ്പിക്കണം എന്നും ആഗ്രഹമില്ല. അതുപോലെ തന്നെ ഒരു പുതിയ ആൾക്ക് വരുന്നുമില്ല. ഉള്ളവര് കോട്ടയത്തുണ്ട്. കോട്ടയത്ത് ഒരു സതീഷ് സ്വാമി ഇല്ലേ പ്രഭു? കോട്ടയത്ത് ഒരു സതീഷ് സ്വാമി ഇവിടെ സപ്താഹത്തിനൊക്കെ വരുന്നായിരുന്നു. അത് ഹരേ കൃഷ്ണയിലാണോ സത്യസായിയുടെ ഇതിലാണോ ഏതിലോ ഉണ്ട്, എനിക്ക് ശരിക്കും അറിയത്തില്ല. ഹരേകൃഷ്ണയിലാണെങ്കിൽ ദാസ് എന്നായിരിക്കും പേര് മാതാജി അവസാനം ദീക്ഷ സ്വീകരിച്ച ആളാണെങ്കിൽ ഭഗവാന്റെ ദാസൻ എന്നുള്ള രീതിയിൽ. മാതാജിമാരൊക്കെ ഇവിടെയൊക്കെ ദാസിന്ന് ഒത്തിരി വരും. കൂടുതൽ മാത ഇവിടെയൊക്കെ കൂടുതലുള്ളത് ഈ സായി ഭജന, സത്യസായിയുടെ അത് ആൾക്കാർ തന്നെയാണ്. ഒത്തിരി കുറെ. അത് തന്നെയാണ് മാതാജി. അത് തന്നെയാണ്. അതേ അവരായിരിക്കും ഉള്ളൂ. മറ്റേ ഇത് ഹരേ കൃഷ്ണയുടെ കുറവാ. കുറവാ. ആ സ്വാമിയൊക്കെ ഇന്ന് സത്യസായിലാന്ന് തോന്നുന്നു പോയി. അതെ അല്ലേ. ആ, ആ. പിന്നെ അമൃതാനന്ദമയിയുടെയും കുറച്ചൊക്കെ ഉണ്ട്. അല്ല, ഇവിടെ സത്യസായിയുടെ ഒരു ആശ്രമം ഒക്കെ ഉണ്ട്, ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഭഗവാൻ കൃഷ്ണൻ, അന്നേരം അവര് പറയുവാണ് കൃഷ്ണൻ തന്നെ സത്യസായി എന്ന്. ആ, അങ്ങനെ എന്തോന്ന് പറയുന്നില്ലേ. എനിക്കറിയില്ല. നമ്മൾ കൃഷ്ണൻ അങ്ങനെയുള്ളവർ തന്നെ എതിർക്കാനൊന്നും പോകണ്ട മാതാജി. അതെ. ഞാനെന്നെ പോകത്തില്ല. പിരിവിന് വന്നാൽ പിരിവും കൊടുക്കും, കഴിവുള്ളത് കൊടുക്കുകയും ചെയ്യും. ആ, എന്തെങ്കിലും അതെ അവര് അതെ. അവര് കുറെ പേരൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ പറയും, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് വന്നിരുന്ന അവർക്കൊക്കെ ഈ പരമസത്യം വെളിവാകാനായിട്ട് കുറെ നാള് എടുക്കും. കാര്യം അവരൊക്കെ ചെയ്യുന്നതും ഭഗവാന്റെ ഭജൻസാ ചെയ്യുന്നത്. അമൃതാനന്ദമയൊക്കെ എല്ലാം ഭഗവാനെ കൃഷ്ണനെയൊക്കെ കൃഷ്ണനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോ അതുപോലെ തന്നെ സെൽഫിയുടെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് ഭഗവാന്റെ ഭജൻസാണ്. വെച്ചിട്ടില്ല. ആ അല്ല, അമൃതാനന്ദമായി കൃഷ്ണന്റെ വേഷമൊക്കെ ഇട്ട് നിൽക്കും ചിലപ്പോ. ആ ഹാ ഹാ. അപ്പൊ ഈ അങ്ങനെ കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൃഷ്ണനെയാണ്. ഇങ്ങനെ. അതായത് ആ ഇനി കലിയുഗത്തിൽ ചിലപ്പോ ഒരുപാട് ഭദ്രകാളിയുടെ ആയിരിക്കും, ഭദ്രകാളിയുടെ വേഷം കിട്ടും. അങ്ങനെ പല വേഷം കെട്ടി ഒരുപാട് അവർ ആൾ നിൽക്കും. ദൈവങ്ങൾ ഇങ്ങനെ ഉണ്ടാകും എന്നുള്ള ഞാൻ കലിയുഗത്തിന്റെ പോയിട്ടുണ്ട് പ്രത്യേകതയാണ്. 2, 3 വട്ടം. അവരെ കണ്ടിട്ടുമുണ്ട്, അവരുടെ അടുത്തും പോയിട്ടുണ്ട്, ഞാനും എല്ലാം പോയിട്ടുണ്ട് പോയിട്ടുണ്ട്. മാതാജി. പക്ഷെ ഞാനും പോയിട്ടുണ്ട്. ഞാൻ 3 ഇതൊക്കെ തവണ പോയിട്ടുണ്ട്. അത് ഞാൻ 2-3 ഞാൻ കൊല്ലം മുമ്പ് പോയായിരുന്നു. 2-3 കൊല്ലം മുമ്പ് പോയായിരുന്നു. പിന്നെ സത്യസായിയുടെ അവിടെ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം. എൻ്റെ ഒരു അവിടെയും പോയി, കൂട്ടുകാരന്റെ അവിടെയും പോയി. കല്യാണം അവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് പക്ഷെ ഉമ്മയൊക്കെ കുറെ തന്നു. ഏറെ ഡിവോട്ടീസ് ഉണ്ട്. എന്നിട്ട് ഹരേ ഉമ്മയൊക്കെ കൃഷ്ണയിലുള്ള തന്നിട്ട് അത്ര എന്നോട് പറഞ്ഞു കുറച്ച് ഡിവോട്ടീസ് ഉണ്ട്, കുറച്ചുണ്ട്. അമ്മക്കുട്ടാന്ന് അതും എന്നോട് വേൾഡ് വിളിച്ചു. അപ്രൂവ്ഡാ. അതാണ് എൻ്റെ ഒരു ഇതെല്ലാം ഓർമ്മ. വേൾഡ് അപ്രൂവ്ഡ്, ഇതെല്ലാം അപ്പൊ വേൾഡ് അപ്രൂവ്ഡാ. അത് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭഗവാനിൽ ഉപരിയായിട്ടൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഗുരുസ്ഥാനീയരാകാനായിട്ടുള്ള യോഗ്യത ഉള്ളവർ എങ്ങനെയാണ് നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞല്ലോ പലതവണയും. അപ്പോൾ ആ ഒരു പരമ്പരകളെ സ്വീകരിക്കണം. അങ്ങനെ ഭഗവാനിൽ നിന്ന് നേരിട്ട് വന്നിട്ടുള്ള ഒരു പരമ്പരയുടെ കണ്ണിയാകണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റം അല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് ഒരവസ്ഥ? പരമ്പരാവിഹീനമായി പോയി കഴിഞ്ഞാൽ എന്താണ്? സത്യസായിബാബ അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ പരമ്പര ഇല്ല. അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. കണക്ഷൻ ഇല്ല മുകളിലേക്ക്, ഭഗവാനിലേക്ക്. ആ കണ്ണി അങ്ങ് വിട്ടുപോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതായത് കണ്ണി അവിടെ ഇല്ലാത്ത കുറെ അവസ്ഥ എന്താണെന്ന് നോക്കി. കണ്ണി ഉണ്ടെങ്കിൽ ഇപ്പൊ ശ്രീലപ്രഭാതരായിട്ട് കൊണ്ടുവന്ന ബ്രഹ്മസമ്പ്രദായം, അദ്ദേഹത്തിന്റെ എത്ര ശിഷ്യന്മാരുണ്ടല്ലേ? ഒരാളല്ലെങ്കിൽ മറ്റൊരാളുണ്ട്. അവരുടെ ശിഷ്യന്മാരാണ്. അങ്ങനെ അങ്ങനെ അത് നീണ്ടുപോകും. ഈ ബ്രഹ്മ സമ്പ്രദായം, അതുപോലെ തന്നെ രുദ്ര സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, അതൊക്കെ തന്നെ തുടങ്ങി വെച്ചത് ഭഗവാനിൽ നിന്നായതുകൊണ്ട് അതൊരിക്കലും നിൽക്കില്ല. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ നാളെ തൊട്ട് ഞാൻ ആചാര്യനാണ്, എൻ്റെ പേര് ജയേഷാനന്ദ സരസ്വതി എന്നാണ്, നിങ്ങളെല്ലാവരും എനിക്ക് ദക്ഷിണ തരണം, ഞാൻ നാളെ തൊട്ട് ഞാൻ നാളെ തൊട്ട് കൃഷ്ണനാകുകയാണ്, എൻ്റെ വിഭൂഷിതൽ ഞാൻ വിശ്വരൂപ ദർശനം നടത്തുകയാണ്,
നിങ്ങളെല്ലാവരും എനിക്ക് ആരതി ചെയ്യണം എന്നൊക്കെ പറയുന്ന അതിനോട് അന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്കറിയാൻ പറ്റും അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നല്ലേ. നിങ്ങൾക്കറിയാം അതെ. ഞാൻ ആരാണെന്നല്ലേ. എനിക്കൊരിക്കലും ദൈവമാകാൻ പറ്റുമോ? ഇല്ല. അതേ നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നാൽ ഭഗവാൻ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ബ്ലാക്ക് മാജിക്ക് കൊണ്ട് ഒരിക്കലും ആരും ആകാമെന്ന് വിചാരിക്കാൻ പാടില്ല. ഭഗവാനൊക്കെ ശരീരത്തിൽ ചിലർ കയറി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. ചിലർക്കത് സത്യസന്ധമായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരിക്കലും ഞാൻ ഭഗവാനാണെന്ന് പറയില്ല. അങ്ങനെയുള്ളവർ എന്താണ്, ഏറ്റവും ബോട്ടം ലെവലിൽ അവർ പെരുമാറുള്ളൂ. ശരിക്കും അങ്ങനെ ഭഗവാൻ കയറുന്നവരുമുണ്ട്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അവരൊരിക്കലും അവരെ ഭഗവാൻ എന്ന് അനുഗ്രഹിച്ചാൽ വിളിക്കാനോ അതിനൊന്നും സമ്മതിക്കത്ത് പോലുമില്ല അവരുടെ ആ ശരിക്കുള്ള അവസ്ഥയിൽ. അപ്പം അല്ലാത്തൊരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശാസ്ത്രങ്ങൾ പറയുന്നത് ആ, പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ഈ നമുക്ക് അങ്ങനെയല്ലേ ഒത്തിരി ഒത്തിരി ഈ രാമകൃഷ്ണ മഠം, ഒത്തിരി ഒത്തിരി ആശ്രമങ്ങൾ, അക്ഷർധാം ഒക്കെ ഡൽഹിയിലൊക്കെയുള്ള അക്ഷർധാം, അങ്ങനെ ഒത്തിരി ഒത്തിരി നാരായണാശ്രമങ്ങൾ, പല പല ഐറ്റങ്ങളെ അത് ഒന്നുമായിട്ട് യോജിപ്പില്ല. ദ്വന്ദ്ങ്ങളാണ്. ഒന്നിനൊന്നുമായിട്ട് മാതാജി ഇതിന്റെ പ്രത്യേകത തന്നെ, ദ്വന്ദ്ങ്ങളിൽ നമ്മൾ വീണു പോകും. അതാണ് നമ്മൾ എന്താണ് ഭഗവത്ഗീത പഠിച്ചിട്ട് നമുക്ക് ഉന്നമനം ഉണ്ടാകുന്നത്. അതാണോ ഇതാണോ ശരി, സുഖം ദുഃഖം, അതുപോലെ തന്നെ എന്താണ് ആപത്ത് സമ്പത്ത്, അതുപോലെ ദാരിദ്ര്യം, ഇങ്ങനെ 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 ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഒത്തിരി അപ്പം വിഭാഗങ്ങളും യോജിപ്പില്ല. പല പല മഠങ്ങളും പല ആശ്രമങ്ങളും പല സന്യാസിമാരും അതെ. അതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിൽ പല ശങ്കരാചാര്യരുടെ വിഭാഗമല്ലേ. പരമ്പര ഉണ്ടല്ലോ, ശങ്കരാചാര്യരുടെ പരമ്പര. ആ അപ്പോൾ നമ്മുടെ ശരിക്കും പരമ്പരാ സ്തോത്രം ഇന്ന് രാവിലെ എന്നോട് ചോദിച്ചു. ഞാൻ മുഴുവൻ ഓർത്തില്ല. ഞാൻ രാവിലത്തെ ക്ലാസ് എടുത്തപ്പം എനിക്കൊരു കുറച്ച് ഓർമ്മയുള്ള, ഞാൻ ഒരുപാട് മുൻപേ പഠിച്ചാണ് മതപാഠശാലയിൽ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്ര മദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യ മദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വർത്തീവ വിരജ്ഞാൻ അസ്മാത് ഗുരും സന്തതമാനതോസ്മി. അതെ. കേട്ടിട്ട് വല്ലതും മനസ്സിലായോ? ഇത്ര ആചാര്യന്മാരാണ് ആ പരമ്പര. എവിടുന്ന തുടങ്ങി? നാരായണം. പിന്നെ ആരാണ്? ഭഗവാനിൽ തുടങ്ങി. പത്മഭുവം. ആരാണ് പത്മഭുവം? ബ്രഹ്മാവ് പിന്നെ ആരാണ്? വസിഷ്ഠൻ. നാരായണം വസിഷ്ഠ പത്മഭുവം വസിഷ്ഠം വ്യാസം ച തത്പുത്ര. വ്യാസന്റെ പുത്രൻ ആരാണ്? സുഖദേവ ഗോസ്വാമി. വ്യാസം ച തത്പുത്ര പരാശരം ച. പരാശരൻ വ്യാസദേവന്റെ അച്ഛൻ. പിന്നെ അങ്ങനെ ഗോവിന്ദാചാര്യൻ, അങ്ങനെ 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 വന്ന് ശ്രീ ശങ്കരാചാര്യ മദാസ്യ പത്മപാദം ച ഹസ്താമലകം, പത്മപാദരെ ഹസ്താമലകനെ, അങ്ങനെ പറഞ്ഞ ശങ്കരാചാര്യ പരമ്പരകള്, ഇങ്ങനെ കുറെ നിലനിന്നിരുന്ന ഗുരു പരമ്പരകളുടെ പേരാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറയുന്നത്. നാരായണം പത്മഭുവം വസിഷ്ഠം. അവിടുത്തെ ആശ്രമത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് വാഴൂരാണ്. വാഴൂര് അവിടുത്തെ മഠാധിപതി പ്രജ്ഞാനന്ദ സ്വാമിയൊക്കെ അപ്പുറത്ത് വരും, ഇവിടെയും വരും പ്രജ്ഞാനന്ദ സ്വാമി. ഇപ്പൊ ഇല്ല, പുള്ളി ഇവിടെയൊക്കെ വരും. ഹിമാലയത്തിലെ പുള്ളി. തീർത്ഥപാദ ഗരുഡധ്വജാനന്ദം ആശ്രമമാണ് വാഴൂരുള്ള അത് തീർത്ഥപാദ ഞങ്ങളുടെ ആശ്രമം. അടുത്താ. ഞാൻ പോയിട്ടുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ പോയിട്ടുണ്ട് ഞാൻ. ഇപ്പൊ വാഴൂർ ഞങ്ങളുടെ അടുത്താ, ഞങ്ങളും പോകാറുണ്ട് വാഴൂർ ആശ്രമം. മാതാജി അവരുടെയൊക്കെ ഒക്കെ ഒരു അറിയാം. പ്രത്യേകത, നല്ല സാത്വികതയിൽ പോകുന്ന ആൾക്കാരാണ്. ഈ അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അല്ല, ഇങ്ങനെ ദൈവമാണെന്നൊന്നും അവരാരും പറയുകയൊന്നുമില്ല. പ്രജ്ഞാനന്ദ സ്വാമി ഭയങ്കര വിവരമുള്ള ആളാ പ്രജ്ഞാനന്ദ സ്വാമി, അതെ, ഭയങ്കര. 14 വയസ്സില് അവരുടെയൊക്കെ ഉള്ള ഒരു അവിടെ ചെറിയൊരു ചേർന്നപ്പം. പ്രശ്നം പറഞ്ഞേക്കാം. നമ്മൾ അവരാരും ആകാനുള്ള യോഗ്യതയൊന്നും ഇല്ലെങ്കിലും അത് ബ്രഹ്മകുമാരീസ് ഇവരൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്, അതുപോലെ ചിന്മയ മിഷന്, ഇതെല്ലാം ഭഗവത്ഗീതയാണ് പഠിപ്പിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും വിശ്വസിക്കുന്ന നിർഗുണ പരബ്രഹ്മത്തിലാണ്, അവ്യക്തിഗത ബ്രഹ്മം. അതാണ് ഒരു പ്രത്യേകത. അതേ ശങ്കരാചാര്യരുടെ ഫോളോവേഴ്സ് ആണ്. അപ്പം ഒറ്റ മിനിറ്റ്. ഹലോ ഹലോ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.
ഒന്നും കേൾക്കുന്നില്ലല്ലോ. തുടങ്ങിയില്ലെന്ന് തോന്നുന്നു. പ്രഭു ഒരു കോളിൽ. ആ അതെ. ഗുണസമ്മൂഢ സജ്ജന്തി ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത് പ്രകൃതേർഗുണസമ്മൂഢകാ സജ്ജന്തി ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത് മയി സർവാണി കർമാണി സന്യം സാധ്യാത്മചേതസ നിരാശീർനിർമ്മമോ ഭോക്ത യുക്യസ്വ വിഗതജ്വരഃ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഭഗവാനെ. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപ്തരാകുന്നു. തന്മൂലം അവയിൽ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ആസക്തരാകുകയും പറഞ്ഞു വന്നത് എന്തായിരുന്നു? നമ്മള് ഈ അല്ല ഓരോ ഇത് ഇവരൊക്കെ സമ്പ്രദായം. വിചാരിക്കും നിർഗുണ പരബ്രഹ്മത്തിലാണ് അവരൊക്കെ പറയുന്നത്. അതായത് ഭഗവാന്റെ പൊട്ടൻസീസ്. ശ്രീലപ്രഭുപാദർ ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. ഭഗവാന് ആ രൂപമില്ല എന്നുള്ള ആ ഒരു സങ്കല്പമൊക്കെ അടിച്ചേൽപ്പിച്ചിട്ട് ഇവര് ഞാനും നീയും എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു സങ്കല്പമാണ്. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. അവസാനം ഞാനും എൻ്റെ അടുത്തുള്ള ജീവജാലങ്ങൾ, എൻ്റെ ഭാര്യയും മകനും മാതാജിയും അതുപോലെ അടുത്തുള്ള പട്ടിയും പൂച്ചയും ഈച്ചയും ഇതെല്ലാവരും ഒന്നാണെന്ന് സ്ഥാപിക്കും. നമ്മൾ പറയുന്നത് എങ്ങനെയാ? ഇവരെല്ലാം നമ്മളെല്ലാവരും അംശം ഭഗവാന്റെ അംശങ്ങളാണെന്നല്ലേ? അംശമാണ്. അതെ, അംശങ്ങളാണെന്നാണ് അംശമാണ്. പറയുന്നത്. തലമുടിയുടെ 10,000-ൽ ഒരു അംശമല്ലേ ഉള്ളൂ. ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പം ഉം. നമ്മളെ ഉള്ളിലെല്ലാം ഇരിക്കുന്ന പരമാത്മാവും ആത്മാവെല്ലാം വിഭിന്നങ്ങളാണ്. അതായത് ഒരു സ്വർണ്ണഖനിയിൽ നിന്ന് അതായത് നമ്മളൊരു സ്ഫോടനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പല തരികൾ ഇങ്ങനെ തിരിച്ചു വന്ന പോലെ നമ്മളുടെ ഓരോരുത്തരുടെ അതെ. ശരീരത്തിലും ഓരോ തരികൾ വന്നു. അത് ആത്മാവെന്ന് വിചാരിക്കാം. പക്ഷെ പരമാത്മാവായിട്ടുള്ള ആള് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഈച്ചയുടെ ഹൃദയത്തിലിരിക്കുന്നു, നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന ഒരു പട്ടിയുടെ ഹൃദയത്തിലിരിക്കുന്നു, എല്ലാം ഒരാൾ തന്നെയാണ്.
ഇതാണ് ഒന്ന്. പരമാത്മാവ് ഒന്നൊന്ന്, ആത്മാവ് ഡിഫറൻ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു സംഭവം ഇവർ മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം ഒന്നാണെന്നങ്ങ് പറയും. അപ്പം അങ്ങനത്തെ ഒരു കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം പറയുന്ന കാര്യങ്ങൾ നല്ലതാണ്. ആൾക്കാരെ ഒരിക്കലും അല്ല മോശമാകാനൊന്നും അനുവദിക്കില്ല. രൂപം ഇല്ലെന്ന് അവർ പറയുന്നില്ലേ? രൂപം ഇല്ലെന്ന്. ആ അതിന് രൂപം രൂപയില്ല. ഇല്ലെന്നല്ലേ പറയുന്നത്? ഭഗവാൻ രൂപയില്ല അവരുടെ എന്നാ കൺസെപ്റ്റിൽ. പറയാ. പക്ഷെ ഒടുവിൽ പറഞ്ഞില്ലേ പ്രഭു? രൂപമില്ല, ഒടുവിൽ പറഞ്ഞില്ലേ ഗുണമില്ല, അങ്ങനെയൊന്നും. അല്ല, ഒടുവിൽ പറഞ്ഞല്ലോ ഗോവിന്ദനെ ഭജിക്കാൻ, ഗോവിന്ദനെ മാതാജി ഭജിച്ചോളൂ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. വന്നത് ഞാൻ പലതവണ പറഞ്ഞു തന്നു. ഒരു പ്രത്യേക അതെ. ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അസത്യം പറയാനായിട്ടാണ് വന്നത്. ആ ഓ, അസത്യം അത് ശരി. പറയാനായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹം നിറവേറ്റി കഴിഞ്ഞിട്ട് അവസാനം ഭഗവാൻ ശങ്കരാചാര്യർ എന്തൊക്കെ പറഞ്ഞു? ഏകോ ദേവം ദേവകി പുത്രദേവം എന്നുള്ള കാര്യം പറഞ്ഞു. അത് ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ധ്രുവിഞ്ച് കരണേ. ഇതൊക്കെ ഈ പറഞ്ഞ ശങ്കരാചാര്യർ തന്നെയാണ്. അവർ ഈ പറയുന്നൊന്നും അവർ പറയുന്നേ ഇല്ല. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ രൂപമുള്ള ആളാണ്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പറയുന്ന ശങ്കരാചാര്യരുടെ ഫോളോവറായിട്ടുള്ള ഒരാളുടെ ഭാഗവതം കേട്ടിട്ടുണ്ട്. അവർക്ക് എങ്ങനെ ഭാഗവതം എടുക്കാൻ പറ്റും? അതായത് നമ്മൾ ഈ ഭഗവാൻ ഗോവർദ്ധന എടുത്ത് ഉയർത്തിയതൊക്കെ ഒരു സങ്കല്പം, കഥ ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അത് ഭഗവാൻ നമ്മളുടെ ആത്മാവിനെ ഉയർത്തി എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. സങ്കല്പം, ആ ഒരു എല്ലാ സങ്കല്പമാണ്. ഇതെല്ലാം കഥയാണ്, കെട്ടുകഥകളാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഹിന്ദു മിത്തോളജി എന്നാണ് കാണിക്കുന്നത്, കെട്ടുകഥകൾ. നമ്മളുടെ കഥകളെല്ലാം ഇങ്ങനെയുള്ള കുറെ പേര് കാരണം കെട്ടുകഥകളായി മാറി. അതുകൊണ്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗോസ്വാമി മഹാരാജ്, ആരാണത്? അദ്ദേഹത്തിന്റെ ഗുരു. ശീലപ്രഭുപാദന്റെ ഗുരു. ഗുരു. ഈ മായാവാദികളെ വഴി കാണുമ്പോൾ അദ്ദേഹം ദണ്ടെടുത്തോണ്ട് ഓടിക്കും, മായാവാദികൾ ആരെങ്കിലും വഴി കാണുകയാണെങ്കിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് സിംഹഗുരു എന്നാണ് പറഞ്ഞിരുന്നത്. കാര്യം ഭഗവാന്റെ പൊട്ടൻസി ഇല്ലാതാക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട്. ഭഗവാൻ രൂപമില്ല, ഭഗവാൻ നിറയില്ല, ഗുണമില്ല, ഒന്നുമില്ല. ഈ ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഥ, നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഒരുപാട് ഫിലോസഫി, അവരെ നമുക്ക് വാദിച്ച് ജയിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ അവരുടെ ഫിലോസഫി, ശാസ്ത്രീയ എവിഡൻസ് ഉണ്ട്. വേദങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന സാഖ്യയോഗം ഇല്ലേ, സാഖ്യയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പോകുന്നതൊക്കെ. ഒരുപാട് തെളിവുകളുണ്ട്. ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് അവർ നമ്മളെ ഇത് എന്താ പറയുക, നമ്മളെ വാദിച്ച് തോപ്പിക്കും. അവര് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. അവരോട് ആർഗ്യൂ ചെയ്യാനും പോകരുത്. ഹരേ കൃഷ്ണ. സോറി എല്ലാവരും. അതല്ലേ പ്രഭു, ഒരു മിനിറ്റ്, അതല്ലേ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. കൃഷ്ണ. ഫോൺ വിളിക്കുകയാണ്. അതവിടെ ഒരു ഡാൻസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മുടെ നന്ദകുമാർ പ്രഭു പറഞ്ഞു ഡാൻസ് വേണ്ടാന്ന് പറഞ്ഞു. അവിടെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫ്ലൂട്ട് കൊടുക്കുക. പിന്നെ അതിലൊരു ഡാൻസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ശ്രീമൻ നാരായണ എന്നുള്ള സോങ് വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സോങ് ഒക്കെ ഞാൻ ഇതിൽ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. ആ തുടക്കത്തിൽ എല്ലാ ദേവകളുടെ പുരുഷ സൂക്തം ചൊല്ലുന്നുണ്ട്. അപ്പോൾ പുരുഷ സൂക്തം ഇപ്പം നമ്മൾ കേട്ടുന്നതിന് പകരം ശ്രീമൻ നാരായണ എന്നുള്ള ആ പാട്ട് വെച്ചാൽ മതി. ആ ഒരു 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 ഹിന്ദി ഗായിക പാടുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, ശ്രീമൻ നാരായണ ലക്ഷ്മി നാരായണ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിത്രാഞ്ജലി റായിയോ അങ്ങനെ എന്നിട്ട് പറയുന്നത്. അങ്ങനെ ആ ഒരു സോങ് വെക്കുക. പിന്നെ ആ ഫ്ലൂട്ടിന്റെ സൗണ്ട് കൂടെ വെക്കുക ഭഗവാന്റെ. എന്നാ ഫ്ലൂട്ട് മാത്രം വെച്ചാൽ മതി പ്രഭു, സമയം കുറവല്ലേ. ഇല്ല ഡാൻസ് വരുമ്പോൾ നമ്മൾ ഫൈനൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്കത് മാറ്റാൻ കഴിയും. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, നമ്മുടെ എനിക്കൊരു ക്ലാസ്സിന്റെ സമയമൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോ ഇനി ഒരു ചെറിയ അനുഭവം ഉണ്ടായത്. അല്ല പ്രഭു, എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. ഈ പിന്നെ ഭഗവാന്റെ ഇത് ഹരേ കൃഷ്ണ ഇതിൽ ഞാൻ ഈ ഭാഗവതം ഒരു പയ്യന് കൊടുത്തു. നമ്മുടെ ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്ന പയ്യന്. അവസാനം പുള്ളിക്കാരന് അത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് ഈ ഭാഗവതം അല്ല, അതിന്റെ ഭഗവത്ഗീത കൊണ്ടു തന്നു. ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞ്? അന്നേരം പറയുവാണേ,
ഇതിനകത്ത് മഹാമന്ത്രം തിരിച്ചെഴുതി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കൊണ്ടു തന്നിരിക്കുന്നു. ഇതിനകത്ത് ഹരേ രാമയല്ല ചൊല്ലിയിരിക്കുന്നത്, ഹരേ കൃഷ്ണയാണ്. അത് തിരിച്ചെഴുതി വെച്ചിരിക്കുന്നതാണ്. ഹരേ കൃഷ്ണക്കാരെന്നും പറഞ്ഞ് കൊണ്ടു തന്നു. അതെ അല്ലേ? അത് അത് ചൈതന്യ ഭയങ്കര മഹാപ്രഭുവാണ് ഇതിങ്ങനെ തിരിച്ചു മാറ്റി നമുക്ക് തന്നതെന്നും ഭഗവാൻ കൃഷ്ണൻ ഓ തന്നെയാണ് അവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. വേദങ്ങളിലൊക്കെ ഞാനൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മന്ത്രം ഹരേ ആ, രാമ എന്ന് പറഞ്ഞ മന്ത്രം ചൈതന്യ മഹാപ്രഭുവാണ് അത് തിരിച്ചു മാറ്റി നമുക്ക് ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് ആക്കി തന്നത്. ആ, അത് അത് അതിന്റെ ആ ഓതറൈസ് പയ്യൻ ചെയ്ത ആള് തന്നെ പറയുന്നത് മാറ്റി തന്നത്. അതെ, ആ പയ്യൻ പറയുന്നത് തെറ്റിച്ചെഴുതി വെച്ചിരിക്കുവാ. ഞാൻ അപ്പൊ അങ്ങനെ പറഞ്ഞില്ല ശരി. അങ്ങനെ പലതും ഉണ്ട് മാതാജി. നമ്മളെ ദ്വന്ദ്ങ്ങളിൽ അകപ്പെടുത്താനായിട്ടാണ് ഇതെല്ലാം. നമ്മള് ഞാൻ ചിലപ്പോൾ മറ്റു പലരെ നോക്കി നമ്മള് വിഭ്രംശം ഉണ്ടാകും നമുക്ക്. അതാണോ നല്ലതെന്ന്. അപ്പൊ അതുകൊണ്ട് ദ്വന്ദ്ങ്ങളാണ് അതൊക്കെ. അതില് നമുക്കതുണ്ടാകത്തില്ല. പക്ഷെ ഈ പയ്യനുണ്ടായി. ഞാൻ പറഞ്ഞ എന്റെ ശരി. മാതാജി അവനെ അങ്ങനെയൊന്നും പറയാതെ നമുക്ക് പറഞ്ഞു. ഉണ്ടാകത്തില്ലെന്ന്. 60,000 വർഷം തപസ് ചെയ്ത വിശ്വാമിത്ര രാജർഷിയാണ്. രാജർഷി എന്ന് പറഞ്ഞ രാജാവായിരുന്നു, ക്ഷത്രിയനായ ആള്, ഋഷി തുല്യമായിട്ട് ജീവിച്ച ആള്. മേനക വന്ന് 2 ചാട്ടം ചാടിയപ്പോൾ അദ്ദേഹത്തിന്റെ തപസ് മുഴുവൻ പോയി. അതെ, അതുകൊണ്ട് നമുക്ക് മനുഷ്യരുടെ പറയാൻ നമുക്ക് പറ്റത്തില്ല, അതെ, ഒരിക്കലും പറയാൻ മനസ്സെങ്ങനെയാന്ന് പറ്റത്തില്ല മാതാജി. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഉണ്ടാകില്ല എന്ന് പറയണ്ട. അതൊരു അഹങ്കാരമായി മാറും. നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അത്രയും മതി. ഉണ്ടാകാതിരിക്കട്ടെ എന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോലെ സമയം നീളും. എനിക്ക് ഇവിടെ ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്, അതിന്റെ റിഹേഴ്സലിന് ഉടനെ പോകണം. ഞാനാണ് അതിന്റെ എന്താ പറയുന്നത് തിരക്കഥയൊക്കെ എഴുതിയത്. അതിന്റെ തിരക്കഥ, സംഭാഷണം, സംവിധാനമൊക്കെ. അപ്പൊ അതിന്റെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് പോകണം. നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റാണ്, ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കഥയാണ് അത് ഞാൻ എഴുതിയത്. ലവമാത്ര സാധു സംഘം. അപ്പൊ അത് ഇന്ന് ശ്ലോകം ഏതൊക്കെയാണ്? 29, 30, 31. അതെയോ? ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പ്. 29, 30, 31 ശരിയാണ്. അപ്പൊ നമ്മള് 29ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാണ്. പ്രകൃതിർ ഗുണസമ്മൂഢ സംചന്തേ ഗുണകർമ്മസു താന കൃഷ്ണ വിഭോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. പ്രകൃതിർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. പ്രകൃതിർ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണ വിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. ഹരേ കൃഷ്ണ. ജ്ഞാനപ്രിയ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രകൃതേ ഗുണസമ്മൂഢഃ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണ വിഭോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സതി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 3, ശ്ലോകം 29. പ്രകൃതിർഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. ഹരേ കൃഷ്ണ. ദേവി മാതാജി. ഹരേ കൃഷ്ണ. അധ്യായം 3, കർമ്മയോഗം, ശ്ലോകം 29. പ്രകൃതേ ഗുണസമ്മൂഢ സഞ്ജന്തേ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി, അതിന്റെ പദാനുപത തർജ്ജമ. പ്രകൃതിയുടെ ഗുണസമ്മൂഢ ഗുണങ്ങളാൽ വിദ്യകളാക്കപ്പെട്ടവർ ഗുണകർമ്മസു ഭൗതിക പ്രവർത്തനങ്ങൾ സഞ്ജന്തേ ഒഴുകുന്നു. അഗ്നിസ്നവിധ അജ്ഞാനികളായ താൻ മന്ദാൻ ആത്മസാക്ഷാത്കാരം മനസ്സിലാക്കുന്നതിൽ അലസന്മാരായ അവരെ. കൃഷ്ണവിദ് യഥാർത്ഥ ജ്ഞാനസമ്പന്നൻ. ഞാൻ വിചരിപ്പിക്കരുത്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ മോഹിതരായി അജ്ഞാനികൾ ഭൗതിക കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. തന്മൂലം അവയിൽ ആസക്തരാവുകയും ചെയ്യുന്നു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അവിജ്ഞന്മാർ വിക്ഷുബ്ധരാക്കരുത്. ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി, ഭാവാർത്ഥം.
ഹരേ ഹരേ കൃഷ്ണ. ഞാനല്ലേ ഞാനാ ആ മല്ലി ഞാനാ ഭാവാർത്ഥം ആ ശ്രീല പ്രഭുപാത് കി ജയ്. ദേഹമാണ് മിഥ്യാബോധം വെച്ച് പുലർത്തുന്നത് കാരണം മനുഷ്യൻ സ്ഥാനമാനങ്ങളാകുന്ന ഉപാധികളിൽ മുഴുകിയിരിക്കുന്നു. ഭൗതിക പ്രകൃതി തരുന്ന ഒരു ഉപഹാരമാണ് ഈ ശരീരം. ശാരീരിക ബോധത്തോട് അത്യന്തം ആകൃഷ്ടനായ ഒരാൾ മന്ദൻ അഥവാ ആത്മാവിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരലസനെന്ന് പറയപ്പെടുന്നു. അജ്ഞന്മാരാണ് ഈ ശരീരം തന്നെയാണ് താൻ എന്ന് കരുതുന്നത്. മറ്റുള്ളവരുമായി ശാരീരികമായുള്ള ബന്ധത്തെ ബന്ധുത്വമായി അവർ അംഗീകരിക്കുന്നു. താൻ പിറന്ന നാടിനെ പൂജാർഹമായും മതാചാരങ്ങളെ ആത്യന്തിക ലക്ഷ്യമായും കരുതുന്നു. സാമൂഹ്യ സേവനം, രാഷ്ട്രീയം, പരോപകാരം എന്നിവയിലാണ് ഭൗതികമായ ഉപാധികളോടുകൂടിയ അവർ പ്രവർത്തിക്കുക. അത്തരം ലക്ഷ്യങ്ങളാൽ ആകൃഷ്ടരായവർ എപ്പോഴും ഭൗതിക മേഖലയിൽ ജോലി തിരക്കിലായിരിക്കും. ആത്മസാക്ഷാത്കാരം എന്നത് അവർക്കൊരു കെട്ടുകഥയാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ താല്പര്യമില്ല. അഹിംസ മുതലായ പ്രാഥമിക ധാർമ്മിക സിദ്ധാന്തങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും അവർ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിവ് നേടിയവർ ഇപ്രകാരം ഭൗതികതയിൽ മുഴുകിയവരെ വഴി മാറ്റാൻ ശ്രമിക്കരുത്. തങ്ങളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ നിശബ്ദം തുടർന്ന് കൊണ്ടുപോവുകയാണ് വേണ്ടത്. മൂഢന്മാർക്ക് കൃഷ്ണാവബോധത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല. അതുകൊണ്ട് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാഴാക്കരുതെന്ന് ഭഗവാൻ കൽപ്പിക്കുന്നത്. ഭക്തന്മാരാകട്ടെ ഭഗവാന്റെ ഉദ്ദേശം എന്തെന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തെക്കാൾ കനിവ് കാട്ടുന്നു. മൂഢന്മാരെ ചെന്ന് കണ്ട് കൃഷ്ണാവബോധഭരിതങ്ങളായ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ അവർ പ്രേരിപ്പിക്കുന്നതുൾപ്പെടെ സകല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർ ഏറ്റെടുക്കുന്നു. മനുഷ്യവർഗത്തിന് അത്യാവശ്യമാണ് കൃഷ്ണാവബോധ പ്രവർത്തനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാലാണ് നമ്മൾ മോഹിതരായി പോകുന്നത്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് നമ്മളല്ല ചെയ്യുന്നത്. പ്രവൃത്തികളൊക്കെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് എന്ന് ഇവിടെ പറയുന്നു. അതുമൂലമാണ് നമ്മൾ അജ്ഞാനം നമുക്കുണ്ടാകുന്നതും നമ്മൾ എന്താണ് ഈ ഭൗതികമായ കർമ്മങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരാകുന്നതിനും കാരണം. ഇന്ന് ഞാൻ ഇതെടുത്തപ്പോൾ ഇതേ ശ്ലോകം തന്നെ 17-ാമത്തെ അധ്യായമാണ് ഞാനിവിടെ ദോഹയിലുള്ളവർക്ക് എടുക്കുന്നത്. ഇപ്പം 17-ാമത്തെ അധ്യായം ശ്രദ്ധാവിഭാഗങ്ങൾ. ഇതേ ശ്ലോകത്തിൻ്റെ വേറൊരു പതിവ്. അതെങ്ങനെ ഇങ്ങനെ കോയിൻസിഡൻസ് ആയി വന്നു എന്ന് എനിക്കറിയാൻ വയ്യ. പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ശ്ലോകമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഞാനിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2 മണിക്കൂർ എടുക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അവർ ചോദ്യം ചോദിച്ച് എങ്ങനെയോ കാട് കയറിപ്പോയി അങ്ങ്. അപ്പോഴാണ് ഈ ഗുരുപരമ്പര സ്തോത്രമൊക്കെ ചൊല്ലിയതും അങ്ങനെ അങ്ങ് പോയി. എന്നിട്ട് കുറേ കഥകളും പറയേണ്ടി വന്നു ഓരോന്നിനെയും ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1 മണിക്കാണ് തീർന്നത്. 11 മണിക്ക് തുടങ്ങിയ ക്ലാസ്. അപ്പം തന്മൂലം അവയിൽ ആസക്തരാകുകയും ചെയ്തു. അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിശുദ്ധരാക്കരുത്. അപ്പം അവർ ഈ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഈ ചെയ്തു വരുന്നത്. കാര്യം പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ നമ്മൾ ശരിയായിട്ടുള്ള കാര്യം, നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ ആരായിരുന്നു, നമ്മളുടെ യഥാർത്ഥ സ്വരൂപമെന്ന് നമ്മൾ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരായിരുന്നു? നിത്യദാസൻ ഭഗവാന്റെ നിത്യദാസൻ, ദാസാനുദാസാനുദാസനാണ് അല്ലേ. നമ്മള് ഭഗവാന്റെ ധാമത്തിലായിരുന്നു. നമ്മള് അതുപോലെ തന്നെ നമ്മള് ഭഗവാന്റെ ശാശ്വത അംശങ്ങളുമാണ്. നമ്മള് ഇങ്ങോട്ട് താഴ്ത്തപ്പെട്ട് വന്നു അല്ലേ. താഴ്ത്തപ്പെട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നമ്മൾ അധിഷ്ഠിതരായി ഓരോരുത്തരുടെയും വ്യക്തിയില് അന്തർലീനമായിട്ടിരിക്കുന്ന വാസനകൾ അനുസരിച്ചിട്ട് ഈ ഗുണങ്ങളിൽ 3 ഏതിലേലും ആകൃഷ്ടരാകും. അങ്ങനെ ആകൃഷ്ടരായിട്ട് നമ്മൾ കർമ്മം. പ്രഭു, ഒരു ചോദ്യം. നമ്മള് ഭഗവാന്റെ അടുക്കലല്ലേ ഇരിക്കുന്നത്, അപ്പൊ അവിടെ ഈ പ്രകൃതി ഗുണങ്ങൾ എങ്ങനെ വന്നു? അവിടുന്ന് വന്നു കഴിയുമ്പോഴാണ് മാതാജി താഴോട്ട് വരുമ്പോ അവിടുന്ന് വന്നു കഴിഞ്ഞ് അവിടെ വെച്ചിട്ട് നമ്മൾ എന്താണ് ഭഗവാനുമായിട്ട് അസൂയ ഉണ്ടായി. കാര്യം എല്ലാത്തിന്റെ ഭോക്താവ് ഭഗവാനാണല്ലേ. എല്ലാ എൻജോയർ അല്ലേ ഭഗവാനാണ്. അപ്പൊ നമ്മൾ ദാസരാണ് അവിടുത്തെ നമ്മുടെ യഥാർത്ഥ സ്വരൂപം. നമ്മൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനായാൽ എന്താണെന്ന് ഒരാഗ്രഹം മനസ്സിൽ ഇങ്ങനെ ചെറിയ കോണിൽ ഉണ്ടാകുകയും അതേസമയം നമ്മളെ എൻജോയ് ചെയ്യാണ്ട് ഭഗവാൻ താഴേക്ക് താഴ്ത്തപ്പെടുക ചെയ്യുന്നത്. അത് കഴിയുമ്പോഴാണ് ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിലേക്ക് വരുന്നത്. അവിടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങളൊന്നും ഇല്ല. ഭൗതിക പ്രകൃതിയിലാണ് ത്രിഗുണങ്ങളുള്ളത്, ആധ്യാത്മിക പ്രകൃതിയിൽ അതില്ല.
ഇല്ല അതില്ല. ആദ്യം ഒന്ന് താഴ്ത്തപ്പെട്ട് നമ്മൾ ഈ വറുത്ത് പൊരിച്ച ചട്ടിയിലെല്ലാം കയറി പിന്നീട് അങ്ങോട്ട് ചെന്നെത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതുണ്ടാകുകയില്ല. അങ്ങനെ അതായത് എന്നാ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലോ അറയ്ക്കുക പറയുന്ന പോലെ പിന്നീട് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടാകില്ല. ഒറ്റ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അവസരം തരും പോയി കറങ്ങി വരാൻ. ശരി. പിന്നെ ബാക്കിയുള്ളവർ ഈ കുന്തി ദേവി, അർജുനൻ, ദേവകി മാത ഇങ്ങനെയൊക്കെയുള്ള കുറേ പേര് ഭഗവാന്റെ പാർഷദന്മാരാണ്. എല്ലാ അവതാരത്തിലും ഭഗവാന്റെ കൂടെ ഭഗവാന്റെ സേവ ചെയ്യാൻ വേണ്ടി അവതരിക്കുന്നവരാണ്. നമുക്കൊന്നും ഒരിക്കലും അവരനുഭവിക്കുന്ന പോലത്തെ കഷ്ടതകൾ അനുഭവിക്കാനോ അല്ലെങ്കിൽ അതൊന്നും നമ്മൾക്ക് താങ്ങില്ല. ഭഗവാന്റെ പാർഷദന്മാർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഭഗവാൻ തരാറുള്ളൂ. ചിലരൊക്കെ പറയുന്നതാണ് ജീവിതത്തിൽ ലോകത്തിൽ എൻ്റെ അത്രയും കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിച്ചവരാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതേ ഭഗവാൻ നമുക്ക് തരുള്ളൂ. അതിൽ കൂടുതൽ തരില്ല, നമ്മൾ താങ്ങില്ല. അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് മറന്നു മാതാജി പറഞ്ഞായിരുന്നു. നമ്മൾ ത്രിഗുണങ്ങള് ഹരേഷ്ണ പ്രഭു പോവാൻ വന്നോണ്ടിരിക്കും. വെക്കണോ? 6 മണിക്ക് ഇറക്കും. അതെ അതെ. ഹരേഷ്ണ ഹരേഷ്ണ ഡയലോഗ് അവിടെ വരുമ്പോൾ പഠിക്കാൻ പ്രഭു, കുഴപ്പമില്ല. 2 ഡയലോഗേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ. ജയഗോപാൽ പ്രഭുവിനെ അറിയത്തില്ല, അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭു. അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ശരി. നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ക്യാരക്ടർ ചെയ്യാണ്. അപ്പൊ അദ്ദേഹമാണ് വിളിച്ചത്. അപ്പം നമ്മൾ കണ്ടത് ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ നമ്മളുടെ ഉള്ളില് ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ, അലസതയും അങ്ങനെ വ്യാമോഹവും, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. ഇതിന്റെ പേഴ്സൻറ്റേജിന്റെ വ്യവസ്ഥയിലാണ് ഇത് കൂടുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അല്ലെ? ഈ മൂന്ന് കാര്യങ്ങളും ഇങ്ങനെ വന്ന് കൂടിയിരിക്കുകയാണ്. അപ്പൊ സത്വഗുണം ഒരു 10%, ഒരു രജോ ഗുണം 20%, തമോ ഗുണം 70% ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ സത്വഗുണത്തെയും രജോ ഗുണത്തെയും ചവിട്ടി താഴ്ത്തിയിട്ട് തമോ ഗുണം ഇങ്ങനെ മുകളിൽ നിൽക്കും. മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ വാസനകൾ എന്തായിരിക്കും? നമ്മളൊരു കാര്യം, നമ്മൾ സാത്വിക ഗുണത്തിലൊക്കെ നിൽക്കണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഞാനിങ്ങനെ ഈ ക്യാമറയുടെ മുൻപിൽ വന്നിരുന്നിട്ട് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു. ഈ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ ഗുണം എങ്ങോട്ടേക്ക് പോകും? 70% കിടക്കുന്ന എന്താണ്? ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭിനയം അഭിനയിച്ചു. അത് കഴിയുമ്പോൾ ഉടനെ കമ്പാക്ട് ടു എന്താണ്? ഈ 70% താമസിക ഗുണം അങ്ങനെ സർപ്പം പോലെ വേർന്നിങ്ങനെ പൊങ്ങി പണി വിടർത്തും. അപ്പോഴത്തേന് എന്താണ്? എൻ്റെ പെരുമാറ്റവും മാറും, സ്വഭാവം മാറും, എല്ലാം. ഞാൻ ചാടി കടിക്കാൻ തുടങ്ങും, വൃദ്ധനാകും, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും, അല്ലേ? അപ്പോൾ അതെല്ലാം ഈ തമോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ടാണ്. ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കാര്യം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. പ്രകൃതിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ പ്രകൃതിക്ക് അധീനനായി പോകുന്നു. കാര്യം ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ കാര്യം നമ്മൾ അവിടുന്ന് ചെയ്ത പ്രതിജ്ഞ. അത് കഴിഞ്ഞ് വീണ്ടും ഭഗവാന്റെ അടുക്കൽ നിന്ന് അസൂയ ഉണ്ടായിട്ട് പോകുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോന്നു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് എത്തണമല്ല. ബുദ്ധിമുട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. എത്ര യോനികളിൽ കൂടെ പോയി നരകയാതന അനുഭവിക്കണം. അതിനുശേഷം ഈ ജന്മമൃത്യു ജരാവ്യാധി എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയുടെ വയറ്റിൽ വെച്ചിട്ട് ഭഗവാനോടൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്, അല്ലേ? കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചിട്ട് ഈ അണുക്കളും കൃമികളും എല്ലാം കൂടെ കൂടി കുത്തി നോവിച്ച ആ ശിശു അവസാനം ഉള്ളില് ഭഗവാനെ കാണും, പരമാത്മാവിനെ കാണുമ്പോൾ നമ്മൾ രാമായണത്തിൽ സമ്പാദിയുടെ വാക്യത്തിൽ കണ്ടതാണ്. നിങ്ങൾ കേട്ടല്ലോ, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. സമ്പാദി പറയുന്നതാണ് ഇതല്ലേ. നിശാകരൻ എന്ന് പറയുന്ന ആ മുനി സമ്പാദിക്ക് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു? നാരായണസ്വാമി ഒഴിഞ്ഞ് മറ്റന്യനെ ഞാൻ ഭജിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് വന്ന് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ, അല്ലെങ്കിൽ മായയാണ് ഇതിന്റെ അധിപതി. ഈ ത്രിഗുണങ്ങളുടെ മായയുടെ അടിമയായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ ഇതെല്ലാം മറന്നു പോകുന്നു. എന്നാലും മക്കളല്ലേ,
അപ്പം രാധാറാണി ഭഗവാൻ അടങ്ങിയിരിക്കുവോ? നമ്മളെ ആരെങ്കിലും രാധാറാണിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് എല്ലാ ഗുരുക്കന്മാരും. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരിലോ ഒരു സത്സംഗത്തിലോ കൊണ്ടിടും. അവിടെ ചെന്നാലും നമ്മൾ പഠിച്ചില്ല, അവിടെ നിന്ന് ചാടും. അപ്പൊ കുറച്ച് നാള് ഓക്കെ, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോട്ടെ. വീണ്ടും ഒരവസരം വരുമ്പോൾ അവന് വിചിന്തനം ഉണ്ടാവുമെന്ന് വിചാരിക്കും. വീണ്ടും ഒരവസരം കൊടുക്കും. പല അവസരങ്ങൾ കൊടുത്തിട്ടും നമ്മൾ എന്നെ തളരതമ്മാവ, ഞാൻ നന്നാകില്ല എന്ന് പറയുന്ന രീതിയാണെങ്കിൽ അങ്ങനെ തന്നെ അവസരങ്ങൾ എപ്പോഴും തരും. കാര്യം അവർക്ക് മെർസി ഉള്ളവരായതുകൊണ്ട് ആ അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല. നമ്മളുടെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പുറത്തു വരുന്ന ആ സ്വഭാവം ഓരോരുത്തരിലും വ്യത്യാസമാണ്. ഇപ്പം ജ്ഞാനാംബിക മാതാജിയുടെ ഉള്ളിലുള്ളതും രതിദേവി മാതാജിയുടെ ഉള്ളിലുള്ളതും ഓരോരുത്തരിലും ഡിഫറൻ്റ് ആണ്. ഈ സത്വരജസ് തമോ ഗുണങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള നമ്മളുടെ ജന്മാന്തരങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ ആർജിച്ച് നമ്മളുടെ ഇവിടെ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ആധിക്യം ഓരോരുത്തരിലും വെവ്വേറെ ആയിരിക്കും. നമ്മൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സത്വഗുണം, രജോഗുണം, തമോ ഗുണം, 3 വ്യക്തികളെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം ഇദ്ദേഹം സത്വഗുണത്തിലുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു, ഇദ്ദേഹം രജോ ഗുണം, ഇദ്ദേഹം തമോ ഗുണം, 3 വ്യക്തികളെ നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരുടെ മുന്നിൽ ഒരാളെ നിർത്തി, നമ്മളൊരു ഡ്രാമയാണെന്ന് വിചാരിച്ചു, വാട്ടവർ. സത്വഗുണത്തിന്റെ ഉള്ള ആളോട് നമ്മൾ ദേഷ്യപ്പെടുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ, എനിക്ക് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായ വിവരം എനിക്ക് മനസ്സിലായില്ല, ഞാൻ ഇനി അത് ശ്രമിച്ചോളാം, അതുകൊണ്ട് എല്ലാത്തിനും ക്ഷമ ചോദിച്ചിട്ട് അങ്ങ് മാറിപ്പോവും. രജോഗുണത്തിലുള്ള ആളാണ് എന്ത് ചെയ്യുന്നത്? ഈ എതിരെ നിൽക്കുന്ന ആൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തിരിച്ചു പറഞ്ഞ് വേണമെങ്കിൽ ഒരു അടിയും കൂടെ പൊട്ടിക്കും. കാര്യം എന്താണ്? ക്ഷത്രിയന്റെ ആ ഒരു ഇതല്ലേ, ചുറുചുറുക്കല്ലേ. തമോ ഗുണത്തിലുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2-3 ചീത്തയല്ല പറയുന്നത്, വായി വരുന്ന തെറികളെല്ലാം വിളിക്കും. തള്ളയ്ക്കും തന്തയ്ക്കും ഈ പരമ്പരകളെ മുഴുവൻ വിളിക്കും, തെറി പറയും. വേണമെങ്കിൽ എന്താണ് തുണി പൊക്കി കാണിക്കുക. അത്രയ്ക്ക് മോശമായിട്ടുള്ള പ്രവൃത്തികൾ തമോ ഗുണത്തിലുള്ളവർ ചെയ്യും. നോക്കി വ്യത്യാസം കണ്ടില്ലേ? ഒരേ വാചകം 3 പേരിൽ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ഒരാളെ എങ്ങനെ പെരുമാറുന്നു, ഈ 3 ഗുണങ്ങളുടെയും എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു പരീക്ഷണം നടത്തുകയാണ്. അപ്പം സത്വഗുണത്തിൽ ഉള്ള ഒരാളോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം എങ്ങനെ പെരുമാറി നമ്മൾ കണ്ടില്ലേ? ക്ഷമ ചോദിച്ചിട്ട്, ഞാൻ നിങ്ങള് ഇനി ഈ വരുന്ന വഴി പോലും വരുന്നില്ല, ഞാൻ മാറി നടന്നോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പണിക്ക് ക്ഷമ ചോദിച്ചിട്ട്. രജോഗുണത്തിലുള്ള ആൾ ക്ഷമ ചോദിക്കുവോ? അർജുനന്റെ ഒക്കെ പറഞ്ഞ ആ വീര്യല്ലേ അല്ലേ, ക്ഷത്രിയന്റെ വീര്യാണ്. ക്ഷമ ചോദിക്കത്തില്ല, തിരിച്ച് ഇതിന് പറഞ്ഞ് ജയിക്കാൻ, വാദിച്ച് ജയിക്കാനായിട്ട് ശ്രമിക്കും. രജോഗുണത്തിലുള്ള ആളുടെ പ്രത്യേകത വാദിച്ച് ജയിക്കാൻ ശ്രമിക്കും. അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യും? മുഷ്ടി പ്രയോഗിച്ചിട്ട് ഒന്ന് ചെറുക്കാൻ നോക്കും, അല്ലെങ്കിൽ അടി കൊടുക്കാൻ തോന്നും, അല്ലെങ്കിൽ കത്തി എങ്ങാനും എള്ളിയിലുണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കും. ഇത്രയൊക്കെ ചെയ്യും. തമോ ഗുണത്തിലുള്ള ആളുടെ അടുക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. എന്താണ്? ഈ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തെല്ലാം വായിന്ന് വരും അല്ലേ? എന്നിട്ട് പിന്നെ അനാവശ്യമായിട്ടുള്ള കുറെ ഇതൂടെ കൂടി നമുക്ക് കാണേണ്ടി വരും, സീനറിയും കൂടെ കാണേണ്ടി വരും. അത്രയ്ക്ക് മോശമായിരിക്കും ഒരേ കാര്യം 3 വ്യക്തികളിൽ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളില് ഇതേപോലുള്ള കാര്യങ്ങൾ അടങ്ങി ഇങ്ങനെ പത്തി ഒക്കെ മടക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ പത്തി ഉയർത്തി വരാനായിട്ട് നമ്മൾ ഇട കൊടുക്കുമ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്? ഭണം വിടർത്തി വരുന്നത്. അതിന് ഹരേ കൃഷ്ണ പ്രഭുജി, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. പ്രഭുജിക്ക് പരിചയം ഉണ്ടോ എന്ന് നോക്കിയേ. നോക്കാം. ഹരേ കൃഷ്ണ, പറഞ്ഞു മാതാജി. ആരാണ്? കണ്ടില്ലല്ലോ. കാണത്തില്ലേ? ഹരേ കൃഷ്ണ, എന്റെ അനുജത്തി രേണുക അന്ന് സത്സംഗത്തിനൊക്കെ വന്നത്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇനി മാതാജിയുടെ ആ സ്ക്രീൻ ഇങ്ങനെ ഇതാകുന്നില്ല കേട്ടോ. സ്ക്രീൻ ഇങ്ങനെ മാറുന്നില്ല, സ്റ്റില്ലായിട്ട് നിൽക്കുക. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരുപാട് നാളിന് ശേഷമാണ് കണ്ടത് മാതാജി. സന്തോഷം. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ മാതാജി? അതെ അല്ലേ? രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ ക്ലാസിന്റെ സമയത്ത് തന്നെ വന്ന കാരണം ക്ലാസ് കേൾക്കാൻ അങ്ങനെയെങ്കിലും യോഗ്യത ഉണ്ടായല്ലോ, യോഗം ഉണ്ടായല്ലോ. അത് കാരണം ഓക്കെ. എന്തായാലും
ക്ലാസ്സിൽ കയറാണ്ട് സമയമൊന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ഉണ്ട്, അത് വല്ലപ്പോഴൊക്കെ കേൾക്കുക, യൂട്യൂബിൽ ഭഗവത്ഗീത കാണുന്നു. പഠിക്കുക. കാണുന്നുണ്ട്, ഞാൻ കാണും കാണും. ഈ ക്ലാസ്സിലുള്ളതേ ഉള്ളൂ, മറ്റു ക്ലാസ്സുകളുണ്ട്. നമ്മുടെ അവിടെ കൊല്ലത്തുണ്ട്, ഇപ്പൊ ഞാൻ അവിടെ പോകുന്നുണ്ട്. പോകാറുണ്ടല്ലേ? ഇസ്കോണിന്റെ കൊല്ലത്തെ ഇതില് പോകുന്നുണ്ട്. കൊല്ലത്തുണ്ട്. ആ, അവിടെ പോകുന്നുണ്ടല്ലേ? ഹരേ കൃഷ്ണ, ഹരേ ഞങ്ങളവിടെ കൃഷ്ണ. രഥോത്സവത്തിനൊക്കെ പോകും, ഞങ്ങൾ രണ്ടുപേരും കൂടെ. ആ, അതെയല്ലേ, അതെയല്ലേ. അപ്പൊ എന്തായാലും ഹരേ കൃഷ്ണ. ഞാൻ ക്ലാസ് തുടരുകയാണ്. ഒരുപാട് സന്തോഷം മാതാജി, വീണ്ടും കാണാൻ സാധിച്ചതിൽ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ ഇതിൽ ഏതാണ് പുറത്തു വരുന്നത്, ചാടി വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. കാര്യം അത് എന്താണ്, ഓരോരുത്തരിലും ഓരോ സമയത്ത് അത് പുറത്തു വരും അല്ലേ? അപ്പൊ അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അധമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അവരെ അഭിജ്ഞന്മാർ വിശുദ്ധരാക്കരുത്. അപ്പൊ അറിവില്ലായ്മയാണ് ഇതിനെല്ലാം കാരണം. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ പറഞ്ഞ രജസ്തമോ ഗുണങ്ങളുടെ അടിമയായി മാറി നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രക്ഷുബ്ധരാകും. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? സ്റ്റോപ്പ് ചെയ്യാൻ മാർഗമുണ്ട്. അതായത് എന്താണ്? സദാ ഭഗവാന്റെ കാര്യം ശ്രവിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. നാമം ജപിക്കുക. അതുപോലെ നല്ല ഓതനിഷ്ഠ ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് നമ്മൾ ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവാനെ പറ്റിയുള്ള സ്മരണം, ഭഗവത് കഥാശ്രവണ സ്മരണം, ലീലാസ്മരണം ഒക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പത്തി താഴ്ന്നിരിക്കും. പക്ഷെ അതില്ലാതെ വരുന്ന സമയങ്ങളിൽ എപ്പം ഈ മായയുടെ വിളയാട്ടം, മായ ഇങ്ങനെ വന്ന് കയറാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യും? മായ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും എന്ത് ചെയ്യും? മായയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ ഇത്. അപ്പൊ ഇത് പത്തി വിടരുത്. അപ്പൊ ചെറിയൊരു കാര്യം ഉണ്ടാകും, നമ്മള് ഭയങ്കരമായിട്ട് ക്രുദ്ധനാകും. അപ്പൊ നമ്മൾ ഇത്രയും നേരെ ചെയ്യുന്ന സാത്വികത മാറി നമ്മളുടെ. അത്രയ്ക്കേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മളുടെ യഥാർത്ഥത്തിലുള്ളത് എന്താണ്? ജന്മജന്മാന്തരങ്ങളായി നമ്മള് എന്ത് ചെയ്തു? അവിടുന്ന് ഇവിടുന്നൊക്കെ ആർജിച്ച പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് ആർജിച്ച ഇതൊക്കെ സഞ്ചിയിലാക്കി ഇട്ടിരിക്കുകയാണ്. ഈ സഞ്ചിയിലാക്കി ഇട്ടിരിക്കുന്നത് ഇതിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് അല്ലേ? ഇത് പുറത്തു പോരാണ്ട് നമ്മൾ അവസരം ഉണ്ടാക്കി തീർച്ചയായിട്ടും അത് പുറത്തു പോരും. നമ്മൾ എത്ര ഇവിടെ പുട്ടിയിട്ട് മേക്കപ്പ് ഇട്ട് നടന്ന് എത്ര കറപ്പിച്ച് എത്ര നടന്നു കഴിഞ്ഞാലും നമ്മുടെ വായിൽ കൂടെയാണത് പുറത്തു പോരുന്നത്, നമ്മുടെ നാവിൽ കൂടെ. ഈ പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന സർപ്പങ്ങൾ അല്ലേ, തീർച്ചയായിട്ടും നമ്മളെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ സർപ്പങ്ങള് പുറത്തു വരിക തന്നെ ചെയ്യും. അത് മാളത്തിൽ എപ്പോഴും ഇരിക്കില്ല. പക്ഷെ നമ്മൾ അതിന് അവസരം കൊടുക്കരുത്, അതാണ് പറയുന്നത്. നമ്മൾ അതുപോലെ അങ്ങനെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാലോ നമ്മൾ അവരെ എന്ത് ചെയ്യാറ്? വിശുദ്ധരാക്കരുത്. നമ്മൾ അവരെ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ ഇതാണ്, നമ്മളുടെ എല്ലാവരുടെയും തലം ഇതാണ്. അപ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും പറയുകയും ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു സത്സംഗത്തിൽ കൊണ്ട് കണക്ട് ചെയ്തിട്ട് അങ്ങ് കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ശരിയായിക്കൊള്ളും. അല്ലാത്ത ഒരു സുപ്രഭാതത്തിലോ സ്വിച്ച് അടിച്ച പോലെയൊക്കെ വരാനായിട്ട് നമ്മൾ എന്താണ് പണ്ഡിതന്മാരോ എന്താണ് ആചാര്യന്മാരോ ഒന്നുമല്ല. ചിലർക്കൊക്കെ ഒരു സ്വിച്ച് ഇട്ട നിമിഷം കൊണ്ട് വരും, എല്ലാവർക്കും ഒന്നുമില്ല. പക്ഷെ ലവമാത്ര സാധു സംഘം ഞാനിപ്പം ചെയ്യാൻ പോകുന്ന എന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ആ ഡ്രാമയുടെ കഥ എങ്ങനെയാണ്? പാപരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എത്ര പെട്ടെന്ന് എന്താണ് വൈകുണ്ഠത്തിലെത്തി. അദ്ദേഹത്തിന് നാരദമുനിയുടെ ദർശനം കൊണ്ട് തന്നെ, ഒറ്റ നിമിഷത്തെ ദർശനം കൊണ്ട് തന്നെ അദ്ദേഹം അത്രയും നാൾ ചെയ്ത പാപങ്ങളെല്ലാം പോയി അല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടുള്ള കാരണം റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ആ ഒരു ഡ്രാമയാണ് ഞാനിവിടെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഉടനെ തന്നെ എനിക്ക് പോകണം, കാരണം ശ്ലോകം നമുക്ക് കംപ്ലീറ്റ് എടുത്തിട്ട് നമുക്ക് എനിക്ക് എക്സിറ്റ് ആകണം. കാര്യം എല്ലാവരും നോക്കിയിരിക്കുക. എനിക്കൊരു 1/4 മണിക്കൂർ ട്രാവലിംഗ് ചെയ്യണം. ഇന്ന് ഏകാദശി 64 റൗണ്ട്സ് ചാൻഡിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒരു 16 റൗണ്ടേ എനിക്ക് തീർക്കാൻ പറ്റുള്ളൂ. അവരൊക്കെ ഓൾറെഡി 64 ആയി കാണും. കാര്യം രാവിലെ 4 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോഴും ഇരിക്കുക. എനിക്കറിയത്തില്ല ഏകാദശിയായിട്ട് ഇത്രയും നേരം എങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന്. സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഒരിക്കലും ഈ പറയുന്ന സർപ്പങ്ങളൊന്നും പത്തി വിടർത്തില്ല. അത് അവിടെ തന്നെ ഇരുന്നോളും അല്ലേ? അത് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് ഈ പറയുന്ന 20%, 10% ഉള്ള സത്വരജസ്തമോ ഗുണങ്ങള് മേലെ വന്ന് ആ സത്വഗുണം 70%, തമോ ഗുണം രജോ ഗുണം താഴെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ് ചെയ്യുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് ശ്രദ്ധിച്ച് ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വരുവാണെങ്കിൽ എന്താണ്? വന്ദനം, ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞ് താങ്കൾക്ക്
ഉപദ്രവം ഉണ്ടായെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അല്ലേ? അപ്പൊ അങ്ങനെ പറയാനായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ ഈ പറയുന്ന സത്വഗുണമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടായി. ശുദ്ധ സ്വാതിക് മുകളിലേക്ക് എത്തണമെങ്കിൽ ഭഗവാന്റെ കഥാസ്മരണം ഉണ്ടാകണം. ആ ശ്രവണത്തിലൂടെയും സ്മരണത്തിലൂടെയും നമ്മൾ ആർജിച്ചെടുത്ത നമ്മളുടെ ആ ഒരു ഇതിൽ കൂടെ മാത്രമേ ഈ സ്വാത്വികത്തെ ഉയർത്തി നമുക്ക് ശുദ്ധ സാത്വികത്തിലേക്ക് എത്തി ആ ഭഗവാന്റെ അല്ലെങ്കിൽ രാധാറാണിയുടെ ദിവ്യ പ്രേമത്തിന് പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാര്യം ആ രാധാ ഭക്തി എന്ന് പറയുന്ന ഹൈ ലെവൽ PhD ആണ്. നമുക്ക് രാധാരാധന വിളിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. നമ്മൾ പറയുന്നുണ്ടെങ്കിൽ രാധ എന്നുള്ള അതായത് നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള 30 കോടി ദേവതകളും നമുക്ക് ഷെൽട്ടറായി കൊട ചൂടും. അതുപോലെ രാധേ രാധേ എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റ വിളിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്ന് നമുക്ക് ഷെൽട്ടറായി നമുക്ക് കൊട ചൂടി നിൽക്കും, നമുക്ക് സംരക്ഷകനായിട്ട്. അപ്പൊ അത് വിളിക്കാനായിട്ടുള്ള പ്യൂരിറ്റി നമുക്ക് എത്തുന്നില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയം കൊണ്ട് രാധേ രാധേ എന്ന് വിളിക്കാൻ എത്ര പേർക്ക് പ്രാപ്തമായിട്ടുണ്ട്? അതുകൊണ്ടാണ് ഈ ചൈതന്യ ചരിതാമൃതം എന്ന് പറഞ്ഞ PhD ആണ്, ഫിലോസഫിയാണ്, നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ചൈതന്യ ചരിതാമൃതത്തിലേക്ക് പോകാമെന്നു. കാര്യം അതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഫിലോസഫി അത്ര നമുക്ക് വായിച്ചാൽ മനസ്സിലാകാത്തല്ല. അത് രാഗാനുക പ്രേമഭക്തിയാണത്. അത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ ആയിട്ടില്ല. നമ്മളിപ്പോഴും LKGയുടെ പടിയിൽ പോലും എത്തിയിട്ടില്ല. അതിന് മാത്രം നോളേജാണ് കിടക്കുന്നത്, ഇത്രയും വിസ്തരിച്ച നോളേജ്. നമ്മളിപ്പം പതിയെ പതിയെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് രാവിലെ മുരളികസ്ത പ്രഭുവിൻ്റെ ക്ലാസ് ആയിരുന്നു. അദ്ദേഹം കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ അമ്മിയ മാതാജിക്കും ശാന്തകുമാരി മാതാജിക്കും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ കയറുന്ന ആളാണ്. അദ്ദേഹം ഭയങ്കര വലിയൊരു ക്ലാസ് ഒക്കെ എടുത്തു. ഞാൻ ലാസ്റ്റ് പറയാം സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്ലോകം മിസ്സായി പോകും. അപ്പം അങ്ങനെ ഇപ്പോൾ മൂഢന്മാർക്ക് കൃഷ്ണാബോധത്തോടു കൂടി കർമ്മങ്ങളെ അഭിനന്ദിക്കാനാവില്ല. അതുകൊണ്ട് അവരെ ഉപദേശിച്ച് അസ്വസ്ഥരാക്കാൻ വേണ്ടി വിലയേറിയ സമയം പാഴാക്കരുതെന്നാണ് പറയുന്നത്. മൂഢന്മാരായ വ്യക്തികളെ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് നമ്മളെ വിലയേറിയ സമയം പാഴാക്കരുത് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാകേണ്ടത്. നമ്മൾ എന്താണ് സംസർഗം, നമ്മൾ ഇരിക്കുന്ന പ്ലേസിൻ്റെയും ഒക്കെ ഒരുപാട് ബാധകമുണ്ട് നമ്മളിലേക്ക്. ആ ഒരു കഥ മുരളീധര പ്രഭു രാവിലെ പറഞ്ഞത് ഷോർട്ടായിട്ട് പറഞ്ഞേക്കാം. ഈ യുദ്ധം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ പറയുന്നത്, ബന്ധുക്കളും മക്കളും കൊച്ചുമക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു. പാണ്ഡവർക്ക് കൗരവരെ സഹോദരന്മാരെ കൗരവരെ നഷ്ടപ്പെട്ടു. ഇങ്ങനൊരു അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള പാണ്ഡവന്മാരെല്ലാവരും പാലം കടന്നു, നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് ഇപ്പുറത്തെത്തി. ഭീമൻ മാത്രം അവിടെ എന്തോ കാരണത്താൽ നിന്നു. എന്നിട്ട് അക്കരയിൽ, നദിയുടെ അക്കരയിൽ അവിടെ നിന്നുകൊണ്ട് ഭീമൻ എന്ത് ചെയ്തു? യുധിഷ്ഠിര മഹാരാജാവിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് മോശമായിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി. അപ്പൊ യുധിഷ്ഠിര മഹാരാജ് എന്ത് പറഞ്ഞു? അല്ലയോ ഭീമ, നീ എന്ത് ചെയ്യുന്നു? ആ ചീത്ത പറയുന്ന നീ ആ നദി കുറുകെ കിടന്ന് ഇവിടെ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം തിരിച്ച് ചീത്ത വിളിക്കാൻ പോയില്ല. അപ്പം നദി കുറുകെ ഇപ്പറേ വന്ന് കടന്നു കഴിഞ്ഞപ്പോഴത്തേന് എന്താണ്? ഭീമന് ചീത്ത വിളിക്കാനില്ല. എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കാൻ പറ്റാതെ ആയിപ്പോയത്? യുധിഷ്ഠിര രാജാവുമായിട്ടുള്ള സംസർഗം വന്നപ്പോ ആ സത്വഗുണം വന്നു. അതല്ലായിരുന്നു മാതാജി. ശരിക്കും അതെപ്പോഴും ഇവരുടെ ഒരുമിച്ചായിരുന്നല്ലോ, യാത്രയും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. അത് ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസഭോജികൾ അല്ലെങ്കിൽ ഇതില്ല മാംസാഹാരം ഭക്ഷിക്കുന്ന ആൾക്കാർ കൂട്ടം കൂടി വസിച്ച സ്ഥലമായിരുന്നു ഇദ്ദേഹം നിന്ന് ചീത്ത പറഞ്ഞ സ്ഥലം. അപ്പൊ അവരുടെ കൂടെ ഇവര് പോകുന്ന കൂടെ ഒരു പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു. അവിടെ ഒന്ന് കുറച്ചു നേരം നിന്നു ഭീമൻ. അപ്പൊ എന്ത് ചെയ്തു? ആ പരിസരത്തിലെ ആ ഒരു പൊട്ടൻസി ഇല്ലേ, അതുകൂടെ കൂടി കിട്ടി. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ചീത്ത വിളിക്കാൻ തോന്നിയത്. മനസ്സിലായില്ലേ? തിരിച്ച് ഇങ്ങേ കരയിലേക്ക് വന്നപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? മാതാജി പറഞ്ഞ പോലെ യുധിഷ്ഠിര മഹാരാജാവിന്റെയും ആ പ്ലേസിന്റെ പൊട്ടൻസി കൊണ്ട് എന്ത് ചെയ്തു? ആ ക്രോധം എല്ലാം അടങ്ങി ഭീമൻ സമാധാനപ്രിയനായി. അപ്പറേ ഉണ്ടായിരുന്നപ്പോ എന്താണ്? ആ ഒരു സ്ഥലത്തിന്റെ പൊട്ടൻസി ആണ് അല്ലെ, താമസിക ഗുണത്തിലുള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ തോന്നിയത്. അപ്പം പ്ലേസ്, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ, ഇനി എല്ലാവരെയും നമ്മളുടെ സാധനയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മളോട് പെരുമാറുന്നവരെ, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന
എല്ലാവരുടെയും ഒരു സമ്മിശ്ര ഫലമാണ് നമ്മുടെ പുറത്തുനിന്ന് വരുന്ന കൃഷ്ണാബോധം. നമ്മളുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നതും അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാമെന്നൊക്കെ ഇതെല്ലാം തീരുമാനിക്കും. നിൽക്കുന്ന സ്ഥലം, നമ്മൾ സഹവസിക്കുന്ന ആൾക്കാര്, അതുപോലെ നമ്മൾ ഇടപെടുന്ന ആൾക്കാര്, അതുപോലെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇതിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുക്കൽ നിന്ന് ഈ മറ്റുള്ള ഈ മാതാജി ആദ്യമേ പറഞ്ഞ്, അതുകൊണ്ട് ഈ ശ്ലോകമായിട്ട് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് മറ്റുള്ള സമ്പ്രദായക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയും. അതൊക്കെ കറക്റ്റുമാണ്, ഓരോ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് അറിയാമല്ലോ, ഒരുപാട് പേരുകൾ നമുക്കറിയാം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാം അല്ലേ. അവരെല്ലാവരും അത് കറക്റ്റ് ചെയ്തു. അർജുനൻ തന്നെ ഒരുപാട് സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട്. കുന്തി ദേവി തെറ്റ് ചെയ്തല്ലോ. എന്താണ് കുന്തി ദേവി ചെയ്തിട്ട്? കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് മുൻപേ ചെയ്തു, ഉം. മകനെ ഒഴുക്കി വിട്ടു. എന്താണ്? നാണക്കേട് ഭയന്നല്ലേ. കുന്തി ദേവി തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഇല്ല. നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ അത് പ്രായശ്ചിത്തം ചെയ്യണം അല്ലേ. ഇവരെല്ലാവരും തന്നെ നമ്മൾ പുരാണത്തിൽ കാണുന്ന ഒരുപാട് പേര് ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കംസൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, നമുക്ക് കാണാമല്ലോ. എന്നിട്ടും ഭഗവാൻ മോക്ഷം കൊടുത്തു. പൂതന എത്ര കുട്ടികളെ കൊന്നു അല്ലേ, ഭഗവാൻ മോക്ഷം കൊടുത്തു. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അതിൽ തന്നെയാണ് ചെന്ന് പെടുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തല ഊരി പോരാണ്ട് ഭയങ്കര പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കൃഷ്ണബോധത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിലൊന്നും തന്നെ നമ്മൾ ചെന്ന് തലയിടാനായിട്ട് പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് ഞാൻ വേഗം പോവാണ്. മയി സർമാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാം നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരം. ഹരേ കൃഷ്ണ. സബിതാ മാതാജി. ഹരേ കൃഷ്ണ. മയി സർവാണി കർമാണി സന്യാസാദാത്മചേതസാ നിരാശിർനിർമമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 30. മയി സർവാണി കർമാണി സന്യസാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി, അതിന്റെ പ്രധാനപ്പെട്ട തർജ്ജമയും അതിന്റെ വിവർത്തനവും ഒന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. സർവാണി കർമാണി, സകല കർമ്മങ്ങളുടെയും, മയി എന്നിൽ, സംന്യസിച്ചിട്ട് അതായത് സമർപ്പിച്ചിട്ട്, അധ്യാത്മചേതസ അധ്യാത്മബോധത്തോടുകൂടി, നിഷ്കാമനായി, നിർമ്മമനായി, ഭൂത്വ ഭവിച്ചിട്ട്, വിഗതജ്വര സന്താപരഹിതനായിട്ട്, യുദ്ധസ്വ യുദ്ധം ചെയ്യുക. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഭാവാർത്ഥം വായിക്കണോ പ്രഭു? ഭാവാർത്ഥം നമുക്ക് കൃഷ്ണമാരി മാതാജി. ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. തന്റെ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഒരാൾ തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇരിക്കാൻ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. പട്ടാളച്ചിട്ടയിൽ എന്ന പോലെ ഇങ്ങനെ ഒരു നിബന്ധന അനുസരിക്കാൻ പ്രയാസമുണ്ട്. എന്നിരിക്കലും കൃഷ്ണനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ചുമതലകൾ നിറവേറ്റിയേ തീരൂ. ജീവാത്മാവിന്റെ മൂല സ്വരൂപമാണ് ഈ ആശ്രിതത്വം. ഭഗവാന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുക എന്നത് തന്റെ മൂലസ്വരൂപമാണെന്നിരിക്കെ ജീവാത്മാവിന്റെ പരമപുരുഷനുമായുള്ള സഹകരണം വിട്ട് സ്വതന്ത്രനായി നിന്നിട്ട് ഒരിക്കലും സന്തോഷിക്കാനാവില്ല. അതുകൊണ്ട് ഒരു സൈന്യാധിപൻ എന്ന പോലെ ശ്രീകൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ്. ഭഗവത് പ്രീതിക്കായി ഒരാൾ എല്ലാം ത്യജിക്കണം. അതേസമയം ഉടമസ്ഥാവകാശം ഉന്നയിക്കാതെ തനിക്ക് വിധിച്ച കർമ്മങ്ങൾ നിറവേറ്റുകയും വേണം. കൃഷ്ണന്റെ കൽപ്പന അർജുനൻ പരിഗണിക്കുകയല്ല, മറിച്ച് അനുസരിക്കുകയാണ് വേണ്ടത്.
എല്ലാ ജീവാത്മാക്കളുടെ ആത്മാവെത്രേ ഭഗവാൻ. സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ പൂർണ്ണമായി പരമാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾ അഥവാ കൃഷ്ണാവബോധം സിദ്ധിച്ചവർ അധ്യാത്മ ചേതസ് എന്നറിയപ്പെടുന്നു. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നിരാശിസ്. ഒരു കാഷ്യർ തന്റെ യജമാനു വേണ്ടി ലക്ഷക്കണക്കിന് നാണയങ്ങൾ എണ്ണുന്നുവെങ്കിലും ഒരു ചില്ലി പോലും തന്റേതെന്ന് അവകാശപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ളതൊന്നും ഏതെങ്കിലും ഒരു വ്യക്തിയുടേതല്ല, എല്ലാം ഭഗവാന്റേത് മാത്രമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. മായി അല്ലെങ്കിൽ എന്ന് കൃഷ്ണൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ കൃഷ്ണാവബോധത്തോടെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരാൾ യാതൊരു വസ്തുവിലും അവകാശവാദം ഉന്നയിക്കില്ല. തന്നെ ഈ മനോഭാവത്തെ നിർമ്മമ എന്റേതെന്ന വിചാരമില്ലായ്മ എന്ന് പറയപ്പെടുന്നു. ബന്ധുക്കൾ അഥവാ ചാർച്ചക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരുമായുള്ള ശാരീരിക ബന്ധം കണക്കിലെടുത്ത് വിട്ടുവീഴ്ചയില്ലാത്ത ഈ ആജ്ഞ നിറവേറ്റാൻ വൈമുഖ്യമുണ്ടെങ്കിൽ ആ വിമുക്തത വലിച്ചെറിയുക തന്നെ വേണം. അങ്ങനെ ഒരാൾക്ക് വിഗതജ്വരനാവാം. മാനസികമായ ജ്വരമോ മാന്ദ്യമോ ബാധിക്കാതെ കഴിയാം. ഓരോരുത്തർക്ക് തന്റെ സ്വഭാവത്തിനും സ്ഥിതിക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ ആ കർത്തവ്യങ്ങളെല്ലാം കൃഷ്ണാവബോധത്തോടെ നിറവേറ്റിയാൽ അതുകൊണ്ട് തന്നെ മുക്തിമാർഗം പ്രാപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇനി അടുത്ത ശ്ലോകമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പറയാം. അടുത്ത ശ്ലോകം വായിക്കേണ്ടതിന് പത്മ മാതാജി 3 പ്രാവശ്യം വായിക്കുക. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. യേമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ മുച്യന്തേ ദേവി കർമ്മഭി. ഹരേ കൃഷ്ണ. 3 പ്രാവശ്യം വായിച്ചു മാതാജി. യേമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ മുച്യന്തേ ദേവി കർമ്മഭി. യേമേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവ ശ്രദ്ധാവന്തോ മുച്യന്തേ ദേവി കർമ്മഭി. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി അതിന്റെ പ്രധാന പദ തർജ്ജമയും വിവർത്തനവും. മുപ്പതല്ലേ പ്രഭു? മുപ്പതല്ലേ? 31. മുപ്പതല്ലേ? 31. 31. മാതാജി മ്യൂട്ടായി പോയി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഭു ശ്ലോകം ചൊല്ലണോ അതോ വേണ്ട ബാബു വേണ്ട ചൊല്ലിക്കോട്ടെ? വേണ്ട വേണ്ട മാതാജി, സമയം പോയിക്കൊണ്ടിരിക്കുക. അത് കാരണം വേഗം ഭാവാർത്ഥം മാത്രം മതിയോ? പ്രധാനപദ തർജ്ജമ. അർത്ഥം വൈദിക ജ്ഞാനത്തിന്റെ എല്ലാം സത്തയാണ് ഭഗവാൻ കൃഷ്ണന്റെ കൽപ്പന. ഭാവാർത്ഥമല്ല, വാക്കുകളുടെ അർത്ഥം. ഏ മാനവ, ഏത് മനുഷ്യർ, മേ എന്റെ ഇതം മതം, ഈ നിർദ്ദേശത്തെ ശ്രദ്ധാവന്ത വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അനസൂയന്ത അസൂയയില്ലാത്തവരായിട്ട് നിത്യം എന്നും അനുഷ്ഠിക്കുന്നവോ തേ അഭി അവരും കൂടി കർമ്മഭി കാമ്യ കർമ്മങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മുച്ചന്തി മോചിക്കപ്പെടുന്നു. എന്റെ ആജ്ഞാനുസാരം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം സതി മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ്. ജയ് ശില പ്രഭുപാദ്. വൈദിക ജ്ഞാനത്തിന്റെ എല്ലാം സാരസത്തയാണ് ഭഗവാൻ കൃഷ്ണന്റെ കൽപ്പന. അതിനാൽ എല്ലാം ശാശ്വത സത്യവുമാണ്. ഇതിന് ഒരു അപവാദവുമില്ല. വേദങ്ങൾ ശാശ്വതങ്ങളാണ്. അതുപോലെ കൃഷ്ണാവബോധം എന്ന സത്യവും ശാശ്വതമത്രേ. ഭഗവാന്റെ ഈ ആജ്ഞകൾ അസൂയാലേശമന്യേ വിശ്വാസപൂർവ്വം സ്വീകരിക്കണം. കൃഷ്ണനിൽ വിശ്വാസമില്ലാത്ത ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യമെഴുതുന്ന തത്വജ്ഞാനികൾ പലരുമുണ്ട്. കർമ്മങ്ങളുടെ കുരുക്കിൽ നിന്ന് അവർക്കൊരിക്കലും മോചനമില്ല. എന്നാൽ സനാതനമായ ഭഗവത് കൽപ്പനകളിൽ വിശ്വാസമുറപ്പിച്ച ഒരു സാധാരണ മനുഷ്യന് ആ കൽപ്പനകൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി കാർമിക നിയമത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനാവാം. കൃഷ്ണാവബോധത്തിന്റെ പ്രാരംഭ നിലയിൽ ഒരാൾ ഭഗവത് ആജ്ഞകളെ പൂർണ്ണമായി നിറവേറ്റിയില്ലെന്ന് വരാം. എങ്കിലും തത്വത്തിൽ ഭഗവത് കൽപ്പനയോട് എതിർപ്പില്ലാതെയും ജയപരാജയങ്ങളിൽ ഉത്കണ്ഠ കൂടാതെയും ആശ കൈവിടാതെയും
നിർവ്യാജം പ്രവർത്തിച്ചു പോന്നാൽ തീർച്ചയായും പവിത്രമായ കൃഷ്ണ അവബോധത്തിന്റെ ഉന്നതിയിൽ അയാൾക്ക് എത്താൻ സാധിക്കും. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. അപ്പം ഹരേ നമ്മള് കൃഷ്ണ. ഇവിടെ 3 ശ്ലോകങ്ങൾ കണ്ടു. അതിൽ 2 ശ്ലോകങ്ങളാണ് ഇനി പറയാനുള്ളത്. പറയാനായിട്ട് ഒരുപാടുണ്ട്, പക്ഷെ നമുക്കത് അതുകൊണ്ട് വളരെ ചുരുക്കി പറയാം. അതുകൊണ്ട് 30-ാമത്തെ ശ്ലോകം, അതുകൊണ്ട് അല്ലയോ അർജുന നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട്. അത് തന്നെയല്ലേ നമ്മൾ എപ്പോഴും പറയുന്ന BMW അല്ലേ? ബോഡി ബോഡി വർക്ക്, ബോഡി മൈൻഡ് വർക്ക് എന്ന് ബോഡി നമ്മൾ മൈൻഡ് പറയല്ലേ? വർക്ക്, പ്രവൃത്തി ബോഡി മൈൻഡ് വർക്ക്. മനസ്സാ വാച കർമ്മണ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നില്ലേ? നിന്റെ കർമ്മങ്ങളെല്ലാം ശരീരം മനസ്സൊക്കെ എനിക്കായി അർപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ആയിട്ട് കണക്കാക്കുന്നത് മയി സർവാണി കർമാണി സന്യാസാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. ഈ ശ്ലോകം പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം. ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്. മറ്റു പലതരത്തിലുള്ള കർമ്മങ്ങളെ പറ്റിയും പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് നിന്റെ കർമ്മങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥാവകാശ ബോധമോ അലസതയോ കൂടാതെ ചെയ്യുക. അപ്പൊ ഇതിൽ പറയാനാണെങ്കിൽ ഇന്ന് മുഴുവൻ ഇരുന്ന് പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് പറയാം. ഇവിടെ പറഞ്ഞിട്ടുള്ള എനിക്കായി സമർപ്പിക്കുക സർവധർമ്മൻ പരിത്യജ്യ മാമേകം അന്ന് നമ്മൾ കണ്ടല്ലേ. അതുപോലെ പല സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്തിട്ടുള്ള ആ ഫലേച്ഛയില്ലാതെ കർമ്മം അല്ലെങ്കിൽ നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രതിപ്രവർത്തനം ഉണ്ടാകില്ല. അല്ലാതെ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും സത്വഗുണത്തിൽ ചെയ്ത ഒരു ദാനം ചെയ്തു കഴിഞ്ഞാൽ പോലും അതിന് കർമ്മമുണ്ട്. ദാനം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്കതിൻ്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുണം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പോഴും ഈ ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങൾ നമ്മളെ മാടി വിളിക്കും. മായാദേവി അവിടെ നിന്ന് ഇങ്ങോട്ട് കൈകാട്ടി വിളിക്കും. ദാ വന്ന് മായയിൽ അങ്ങ് വീണു പോകും. വീണ്ടും നീചജോനിയിൽ ജനിക്കേണ്ടി വരും. ഇങ്ങനെ ഇവിടെ കിടന്ന് ഈ ചക്രം ഇങ്ങനെ കറങ്ങി 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 അങ്ങ് നമ്മൾ ഇവിടെ തന്നെ അങ്ങ് തീരും അല്ലേ. ലോക അവസാനം വരെ കറങ്ങിക്കൊണ്ട് ഇവിടെ ഇരിക്കും അല്ലേ. നമുക്ക് ഈ 4,32,000 വർഷമാകുമ്പോഴായിരിക്കും പിന്നെ ഇവിടുന്ന് മോചനം കിട്ടുന്നത്. ഇനിയൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ദുഷ്കരമാണ്. കാര്യം ഇപ്പോൾ എല്ലാം നമ്മൾ കണ്ട് AI ആണല്ലേ. എല്ലാ സംഭവങ്ങളും ഇനി അടുത്ത ആൾക്കാരൊന്നും പണി ചെയ്യേണ്ട ആവശ്യമില്ല. മുഴുവനും AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിൽ വെച്ചിട്ട് അങ്ങ് പോരും. കമ്പ്യൂട്ടറിൻ്റെ ഇതിൻ്റെ അടുത്തിരുന്ന ആൾക്കാർ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ജോലി സാധ്യതകളെല്ലാം കുറയും AI അങ്ങോട്ട് മുന്നോട്ട് വരുന്ന കാലമായതുകൊണ്ട് അല്ലേ. ആയുസ് എല്ലാം കുറഞ്ഞ് 10, 20, 25 വയസ്സൊക്കെ അപ്പം 100 എന്നുള്ളത് ഇപ്പം കുറഞ്ഞ് 80-ലെത്തി 60, 70 ആയി. അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് കലിയുഗം അങ്ങ് പ്രോഗ്രസ് ചെയ്ത് വരുമ്പോൾ ആയുസ് കുറയും, മന്ദമതികളാകും, ബുദ്ധിയില്ല. നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യേ AIയോട് ചോദിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന്. അത്രയ്ക്ക് പോലും തലയിൽ ബുദ്ധിയില്ല. ഒരു ചെറിയ സംഖ്യ 4 + 3 7 ആണെന്ന് അറിയണമെങ്കിലും നമുക്ക് AIയോട് ചോദിക്കേണ്ടി വരും. നമ്മൾ ഇന്ന് എന്താ കഴിക്കേണ്ടത്, ഇന്ന് എന്താ ചെയ്യേണ്ടത്, അതും AIയോട് ചോദിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഒരു യുഗം വരികയാണല്ലേ. അപ്പം എന്താണ് 10 കാർപ്പണ്യ ദോഷം അല്ലേ പ്രഭു? കാർപ്പണ്യ ദോഷം. കാർപ്പണ്യ ദോഷം 10 വയസ്സിലൊക്കെ കുട്ടികൾ ഗർഭവതികളായിട്ട് എന്താണ് 25 വയസ്സിൽ എന്താണ് നമ്മളുടെ ആയുസ്സും തീരും, മരണവും. അപ്പം അങ്ങനത്തെയൊക്കെയുള്ളൊരു സാഹചര്യം ഇനി കലിയുക അങ്ങോട്ടേക്ക് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ജോലി സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. കാര്യം പുറത്തിറങ്ങി നടക്കാൻ വല്ല മരങ്ങളോ എന്തെങ്കിലും വേണ്ടേ. ഉള്ളതിനെ മുഴുവൻ മനുഷ്യൻ ചൂഷണം ചെയ്തു. ഫാക്ടറിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ വെച്ചിട്ട് ഈ പ്രോട്ടീൻസ് ഇപ്പം പൊക്കം കുറഞ്ഞ ആൾക്കാരല്ലേ, വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാർ, തല മാത്രമേ കുറച്ച് വലിപ്പം കാണുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, അതിനകത്ത് ഈ പ്രോട്ടീൻ്റെ ഏതൊക്കെയാണെന്നുള്ള മിക്സ് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം എന്ന് AI പറയുന്നു. ആർട്ടിഫിഷ്യൽ ഇന്ന കാര്യങ്ങൾ പ്രോട്ടീൻ വേണം, അതിൻ്റെ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് അത് തന്നെ കഴിക്കുന്നു. കാര്യം വൃക്ഷങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, പച്ചക്കറികൾ ഒന്നുമില്ല, മൃഗങ്ങളെയെല്ലാം കൊന്നു തീർന്നു. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയ വെയിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് പറ്റില്ല. അപ്പോൾ വീടിനകത്ത് തന്നെയാണ് ഓഫീസും ജിമ്മ് സ്വിമ്മിംഗ് പൂള് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇത് മുഴുവനും എന്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വരുമ്പോഴേക്കും നമുക്ക് അതിനു മുൻപേ നമ്മൾക്ക് ഈ സോളിനെ ഇവിടുന്ന് നമ്മൾ പറഞ്ഞു വിടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഈ ഒരു
കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിലേക്ക് ഇനി മുന്നോട്ട് പോരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ജീവിക്കേണ്ടത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഇനി മുന്നോട്ട് അധികരിച്ച് വരുമ്പോഴത്തേന് എന്താണ് പറയുന്നത്, ഈ നമ്മൾ മക്കൾ ഇപ്പം തന്നെ പറഞ്ഞാൽ അനുസരിക്കത്തില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാലോ അവര് തീരെ അനുസരിക്കാതായി പോയി. അപ്പോൾ പിന്നെ എന്താണ്, ഇങ്ങനത്തെ ഈ ബന്ധങ്ങളില്ല, എന്താണ് ഇങ്ങനത്തെ ഒരു യാതൊരു അടുപ്പമില്ല. നമ്മൾ ചെറിയ എന്താണ് മൃഗങ്ങളെ പോലുള്ള ആ ഒരു ഇത് വരും അല്ലേ, ആ ഒരു അവസ്ഥ വരും അല്ലേ, വെറുതെ ജീവിക്കുക, അതുപോലെ എന്തെങ്കിലും കാണിച്ചു കൂട്ടി നമ്മൾ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുപോലെ തന്നെ ഭഗവാനോ നാമജപമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാര്യം എല്ലാം നമ്മുടെ കൺമുമ്പിൽ, എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാം എയോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള കാര്യം വരുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ലല്ലോ. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ വന്നു കഴിഞ്ഞു അല്ലേ. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തും, സാധനങ്ങളെല്ലാം. ഇപ്പം തന്നെ എന്താണ് ഇത്ര തലാപത്തും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം, സ്നൂനുമോ ഫുഡ് നമുക്ക് ഉണ്ടാക്കണ്ട, വീട്ടിലെത്തും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ തിരുവോണം എല്ലാം ഇപ്പം തന്നെ ആയി പാക്കറ്റിൻ പൊടി അല്ലേ, എല്ലാം എടുത്ത്. തിരുവോണത്തിന് വരെ സദ്യ. ആ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ വരുമ്പോഴത്തേനും നമ്മൾ പിന്നെ എന്താണ് ഈ ദൈവവിശ്വാസമോ നാമജപമോ അങ്ങനെയൊക്കെയുള്ള നമ്മൾ തമ്മിൽ ഒരു അറ്റാച്ച്മെൻറ്റോ സ്നേഹമോ അങ്ങനത്തെ ഒന്നും ഇല്ലാതായി വരും. അപ്പോൾ അതിന് മുൻപേ നമ്മൾ ഇവിടുന്ന് ജീവൻ വെടിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ, ധാമത്തിലേക്ക് തന്നെ പോവുക. വീണ്ടും ഈ ഭൗതിക ലോകത്ത് ഒരു കാരണവശാലും ജനിക്കാതിരിക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക. അതുകൊണ്ട് നീ എന്താണ് എനിക്കായിട്ട് അർപ്പിച്ച് ചെയ്യുക. ഒരു കാരണവശാലും എന്താണ് നിന്റെ എന്താണ് ഉടമസ്ഥാവകാശമോ, അതായത് പൂർണ്ണജ്ഞാനത്തോടെ, അതായത് ഇത് മനസ്സിലാക്കി ചെയ്യണം അല്ലേ. ലാഭേച്ഛ കൂടരുത്. നമ്മൾ ഇന്ന ചെയ്തിട്ട് നമുക്ക് ഇന്ന ഫലം ഉണ്ടാകും. ചാതുർമാസ്യമൊക്കെ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ ഇന്ന ഫലം ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പുരുഷാർത്ഥങ്ങളെ കാമിച്ചിട്ട് ചെയ്യരുത് അല്ലെ. ധർമ്മം അർത്ഥം കാമം മോക്ഷം, ആ ഒരു രീതിയിൽ അങ്ങനെ ആഗ്രഹിച്ചിട്ട് ചെയ്യരുത്. ബ്രഹ്മചര്യ ഇങ്ങനെ 4 ആശ്രമത്തിലൂടെ ഇങ്ങനെ ഇത് ആഗ്രഹിച്ചിട്ട് പോകരുത് അല്ലേ. നമ്മൾ കൃഷ്ണാഭവത്തിലുള്ള ഒരു മോക്ഷമല്ല ശരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ. അവർ ഒരിക്കലും മോക്ഷം കിട്ടാൻ പറയത്തില്ല. അതിലുപരിയായിട്ടുള്ള സംഭവങ്ങളാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. ഈ ലോ ലെവലുള്ള ആൾക്കാരാണ് ഈ മോക്ഷത്തെ പറ്റി ചിന്തിക്കുന്നത്. നമ്മൾ ഒരിക്കലും മോക്ഷം ആഗ്രഹിക്കില്ല. നമ്മൾ ഭഗവാന്റെ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോകത്തിലേക്കോ ഉപരിലോകത്തേക്കോ മാറ്റപ്പെടാം, അതൊരു മോക്ഷമാണ്, ഒരു മാറ്റമാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു സ്ഥിതിയിൽ നിന്നുള്ള ചേഞ്ച്. ഇവിടുന്ന് അടുത്ത ലോകത്തിലെ അവിടെയുണ്ട് ജന്മമരണ ദുഃഖാദികൾ, ബ്രഹ്മാണ്ടങ്ങളിൽപ്പെട്ടതാണ്, ഭൗതിക ലോകം തന്നെയാണ്. വീണ്ടും ഇത് കറങ്ങിത്തിരികയല്ലേ. നമ്മൾ ഒരിക്കലും നമ്മൾ ഭഗവാന്റെ നിത്യസേവകരാണ്. അപ്പം നമ്മൾ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ലാഭേച്ഛ ഒരിക്കലും പാടില്ല, ഉടമസ്ഥാവകാശം പാടില്ല. ഇത് ഞാനാണിത് ചെയ്തത്, ഞാനില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത്. പിന്നെ അലസതയാണ് നമ്മളെ എല്ലാത്തിൽ നിന്നും പിടിച്ചു മാറ്റുന്നല്ലേ. ഓരോ കാര്യം ചെയ്യാനായിട്ട് പോരുമ്പോഴും അലസത, ഒന്ന് നാളെ ആകാം എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ കാര്യങ്ങളും പോസ്റ്റ്പോൺ ചെയ്യും. പക്ഷെ നാളെ അത് ആ സമയം കിട്ടുമോ നമുക്കില്ല. മറ്റന്നാൾ ചെയ്യാം, അത് അല്ലെങ്കിൽ തമോ വെള്ളിയാഴ്ച ഗുണമല്ലേ പ്രഭു? വെള്ളിയാഴ്ച അല്ല, അവധി അത് തമോ കിട്ടുമ്പോൾ ചെയ്യാം. ഗുണമല്ലേ? അത് തമോ ഗുണമല്ലേ? തമോ ഗുണം. അലസത തമോ ഗുണം തന്നെയാണ് മാതാജി, അലസത. അപ്പം അതുപോലെ തന്നെ ഈ ഈ ലാഭേച്ഛയും ഉടമസ്ഥാവകാശ ബോധം, പ്രൊപ്പറേറ്റർഷിപ്പ് ഒക്കെ ഏതിൻ്റെയാണ്? ഉടമസ്ഥാവകാശം രജോ ഗുണമാണ്. രജോ ഗുണം. ക്ഷത്രിയന്മാരൊക്കെ കാണത്തില്ലേ, എന്താണ് ഞാൻ ഒരു യുദ്ധമൊക്കെ ചെയ്ത് ജയിച്ചു വരുമ്പോഴത്തേന് എല്ലാവരും കാണിച്ച് വീര്യങ്ങളൊക്കെ കാണിച്ച് പോവുക. അതുപോലെ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ പോവുകയല്ലേ, ധൈര്യമൊക്കെ തൻ്റെ ഇടമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം എന്താണ് ഈ പറയുന്ന ഉടമസ്ഥാവകാശം ആണ്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്ത് ചെയ്യണം, കുറേ സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ ഈ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് അല്ലേ. നമ്മളെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് കാണിക്കാനാണ്. അപ്പൊ അങ്ങനത്തെയുള്ള ഞാനല്ല ഇതിൻ്റെ ഒന്നും കർത്താവ് എന്നാണ്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ, അതായത് ഹീ ഈസ് ദ സുപ്രീം, അദ്ദേഹമാണ് എല്ലാം ചെയ്യുന്നത്. സർവകാരണ, എല്ലാ കാരണങ്ങൾക്കും കാരണം അദ്ദേഹമാണ് എന്ന് വേണം നമ്മൾ വിചാരിച്ചുകൊണ്ട് പ്രവൃത്തി ചെയ്യാനായിട്ട്. അത് പൂർണ്ണ ജ്ഞാനത്തോടു കൂടിയും ചെയ്യണം. അതുപോലെ നമ്മൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കൃഷ്ണാബോധ പ്രവർത്തനത്തിൽ ഒരു ചെറിയ ഒരിത് ചെയ്താൽ പോലെ അതിൽ ലാഭമോ നഷ്ടമോ ഇല്ല എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. ഏതാണത് ശ്ലോകം? ശ്രീരഞ്ജനി മാതാജി.
ഹരേ കൃഷ്ണ ഒന്നുകൂടെ പറയാ പ്രഭു. ഈ കൃഷ്ണാവബോധത്തിൽ ഒരു ചെറിയ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ പോലും അത് എന്താണ്, അതിന്റെ ഫലം എന്താണ്? ഒരു ചെറിയ പ്രവൃത്തിയെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. ത്രായതേ മാനം മഹതോ ഭയാത്, ആദ്യം ഓർക്കുന്നില്ല പ്രഭു. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ധർമ്മസ്യ ത്രായതോ ത്രായതേ മഹതോ ഭയാത് ഭയാത്. എന്ന് നമ്മള് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വല്പം അല്പമെങ്കിലും നീ അഭ്യസിക്കുക. എന്താണ്, മഹാവിപത്തുകളാണ് വരാൻ പോകുന്നത് അല്ലേ? ഇനിയുള്ള കാലങ്ങളിൽ നമ്മളിപ്പോ കണ്ടു കലിയുഗ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ വരുന്നതെന്ന്. അതിൽ നിന്ന് നീ സ്വല്പം അല്പമെങ്കിലും ഈ ധർമ്മം അഭ്യസിച്ചിട്ട് നീ മഹാഭയത്തിൽ നിന്ന് രക്ഷപ്പെടൂ എന്ന് പറയുകയാണല്ലേ. അപ്പം അതിലുള്ള ഒരു ചെറിയ പ്രവൃത്തി പോലും എന്താണ്, വലിയ മഹാഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തു. നീ തലകുത്തി നിന്ന് തപസ് ചെയ്യാനോ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആശ്രമങ്ങൾ അനുഷ്ഠിക്കാനോ ഒന്നും പറയുന്നില്ലല്ലോ. ഹരിനാമം 16 റൗണ്ട് ജപിക്കുക, അതുപോലെ തന്നെ ഭഗവത്ഗീത ഭാഗവതം വായിക്കുക, സത്സംഗത്തിൽ കയറുക, ഭഗവാന്റെ പ്രസാദം കഴിയുക, ഇത്രയും മാത്രം മതിയല്ലോ. കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ എന്താണ്, എവിടെയെങ്കിലും അവസരം കിട്ടുമ്പോൾ വർഷത്തിലൊന്ന് വൃന്ദാവനത്തിലോ ജഗന്നാഥപുരിയിലോ മായാപൂരോ ഇങ്ങനെയുള്ള ദിവ്യധാമങ്ങളിൽ ദർശിക്കുക, ബദരികാശ്രമത്തിലോ ദ്വാരകയിലൊക്കെ ഒന്ന് പോയി വരിക. ഗോസേവ ചെയ്യുക, തുളസി സേവ ചെയ്യുക, തുളസി ആരതി ചെയ്യുക, തുളസിക്ക് വെള്ളം ഒഴിക്കുക. ഇതൊക്കെ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടാണോ? പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ സ്വല്പം അല്പം എങ്കിലും ചെയ്യുക. അപ്പൊ ലാഭേച്ഛ ചെയ്യൽ ഉടമസ്ഥാവകാശം കൂടാതെ അലസതയൊന്നുമില്ലാതെ ചെയ്യുക. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, എന്റെ ആജ്ഞാനുസരണം സ്വകർമ്മങ്ങൾ നിർവഹിക്കുകയും അസൂയ കൂടാതെ വിശ്വാസപൂർവ്വം ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. അപ്പം എന്റെ ആജ്ഞാനുസരണം, ഞാൻ എങ്ങനെയാണ് ആജ്ഞ തന്നത്? ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവത്ഗീതയിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ എന്റെ ആജ്ഞാനുസരണം. സ്വകർമ്മങ്ങൾ, അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ്? ഞാൻ ഭഗവാനെ അറിയുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർമ്മം അല്ലെ? അപ്പൊ സ്വകർമ്മങ്ങൾ, ഭഗവാനെ അറിഞ്ഞ് പ്രവർത്തിക്കുക, ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക, ലാഭേച്ഛയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ അങ്ങനെ ആ സ്വകർമ്മങ്ങൾ, സ്വന്തം ഉത്തരവാദിത്വം, നമ്മളെ യഥാർത്ഥ സ്വഭവനത്തിലേക്ക്, നമ്മളുടെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പ്രധാനപ്പെട്ട കാര്യം. അത് എൻ്റെ ആജ്ഞാനുസരണം അസൂയ കൂടാതെ വിശ്വാസപൂർവ്വം നിർവഹിക്കണം. അസൂയ കൂടാതെ നിർവഹിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരസൂയയുടെ ഫലമായിട്ടാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴ്ത്തപ്പെട്ടത്. ഭഗവാനോട് അസൂയ തോന്നിയിട്ടാണല്ലോ അല്ലേ? ഭഗവാൻ അർജുനന് ഈ ഉപദേശം കൊടുക്കാൻ തന്നെ കാര്യം എന്താണ്? അർജുനൻ, നിനക്ക് എന്നിൽ അസൂയാലു അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പരമഗുഹ്യമായ ഈ ജ്ഞാനം നിനക്ക് ഉപദേശിച്ചു തരുന്നതെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പം നമ്മൾ ഒരിക്കലും ഭഗവാനിൽ അസൂയാലു ആകരുത്. ഈ ഉപദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവർ കർമ്മഫലങ്ങളുടെ കുടുക്കിൽ നിന്ന് മോചനം നേടുന്നു. അവർ ഈ കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിടം, കെട്ടുകളോ ഫലഭുക്തിയാതീരും കെട്ടായി ഇനിയും നാരായണജ. അല്ലെങ്കിൽ വീണ്ടും അത് കെട്ടായി തന്നെ കിടക്കും, ഫലഭുക്തിയാതീരും. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക, അത് തന്നെയാണ് പറയുന്നത്. ഈ കർമ്മങ്ങളിങ്ങനെ കെട്ടുകെട്ടി കുരുങ്ങി കടും കെട്ടിട്ട് കുറുക്കി നമ്മളെ ഇങ്ങനെ എടുത്തിലിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ആജ്ഞാനുസരണം, ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ. ഞാൻ ഭഗവത്ഗീതയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നീ സ്വധർമ്മം ചെയ്യൂ. നീ എന്താണ് നിന്റെ ശരിയായിട്ടുള്ള കർമ്മവും ധർമ്മവും എന്താണെന്ന് മനസ്സിലാക്കി നീ പ്രവർത്തിക്കൂ. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യൂ. എനിക്കായി സമർപ്പിച്ചുകൊണ്ട് നീ പ്രവൃത്തി ചെയ്യൂ. അത് എന്താണ്? വിശ്വാസപൂർവം ചെയ്യണം. ഇതിനു മുമ്പേ പറഞ്ഞ പോലെ എന്താണ്? അതിന്റെ പ്രൊപ്രൈറ്റർഷിപ്പ്, ഉടമസ്ഥാവകാശം ഏൽക്കാതെ ചെയ്യണം. പിന്നെ എൻ്റെ ഉപദേശങ്ങൾ നീ അതേപടി അനുസരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കർമ്മഫലങ്ങളുടെ കുടുക്കില് നീ ബന്ധനസ്ഥന ആകില്ല. വിശ്വാസപൂർവ്വം. എങ്ങനെ വിശ്വാസം? നമ്മളിങ്ങനെ കുറെ സ്റ്റോറി ഞാൻ രാവിലെ പറഞ്ഞാണ്, റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. അപ്പം ശബരി മാതാവിന്റെ കാര്യം അല്ലേ? ഒറ്റ വിശ്വാസമായിരുന്നു അല്ലേ ഭഗവാൻ വരുമെന്ന ഋഷികൾ പറഞ്ഞ്. ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ പുറത്ത് ഒരു യുഗം മുഴുവൻ അത് കാത്തിരുന്നു അല്ലേ?
സത്യയുഗത്തിൽ നിന്ന് ആ ഒരു സാധാരണപ്പെട്ട സ്ത്രീ എന്ത് ചെയ്തു? ഇത്രയും വർഷങ്ങൾ കാത്തിരുന്ന് എന്ത് ചെയ്തു? ഭഗവാൻ വരുന്നിടം വരെ നോക്കിയിരുന്നു അല്ലേ? വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് അവര്, അല്ല വെറും കാട്ടുവാസി സ്ത്രീയാണല്ലേ? ആ ആചാര്യന്മാര് പറഞ്ഞിട്ട് പോയി ചാതുർമാസം കഴിഞ്ഞപ്പോൾ എന്താണ്? ഭഗവാൻ ത്രേതായുഗത്തിൽ വരും, അപ്പൊ നീ ഭഗവാനെ സേവിച്ചിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ആ ഒരു വിശ്വാസം, ഭഗവാൻ ആരാണോ എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ ഈ ആചാര്യന്മാർ പറഞ്ഞ വാക്ക് അവർ കേട്ടു. അതേപോലെ തന്നെ അതുപോലെ നമ്മൾ ഒരാളുടെ കാര്യം വാൽമീകി മഹർഷി സപ്തർഷികൾ പറഞ്ഞ പ്രകാരം വാൽമീകി തപസ്സിരുന്നു. മഹർഷി സപ്തർഷികൾ പറഞ്ഞ പ്രകാരം കാട്ടാളനായിരുന്നു അല്ലേ? അതുപോലെ തന്നെ നരകാരി പാപരാജ് എങ്ങനെയാണ് ചെയ്തത്? നാരദമുനിയെ കണ്ടു, ലവമാത്ര സാധു സംഘം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വൈകുണ്ഠത്തിൽ വരെ എത്തിച്ചേരാൻ പറ്റി. മൃഗാരി എങ്ങനെയായിരുന്നു? നാരദമുനിയുടെ അസോസിയേഷൻ കൊണ്ട് മൃഗാരിക്ക് ഇത് കിട്ടി അല്ലേ? അപ്പൊ വിശ്വാസം. അടുത്ത നമ്മൾ കണ്ണപ്പന്റെ കഥ അറിയാം അല്ലേ? എന്താണ് കണ്ണപ്പന്റെ കഥ? ഭഗവാന്റെ ശിവലിംഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കണ്ണിൽ നിന്ന് ശിവലിംഗത്തിന് ഒരു കണ്ണിൽ നിന്ന് ചോര വരുന്നത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം സ്വന്തം കണ്ണ് പിഴുതെടുത്ത് ഭഗവാൻ വെച്ചു. അപ്പൊ നോക്കിയപ്പോ ശിവലിംഗ മല്ലിക മാതാജി തിരുപ്പതി ഭഗവാന്റെ മുകളിലുള്ളതാ കണ്ണപ്പന്റെ അമ്പലം. കണ്ണപ്പന്റെ അതിലേക്കാണ് ഞാൻ വരുന്നത് മാതാജി, അത് പറയാനായിട്ടാ ഞാൻ വരുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ കണ്ണും എന്ത് ചെയ്തു? എടുത്ത് ചൂഴ്ന്നെടുത്ത് ഭഗവാൻ വെച്ചു. അങ്ങനെ ഞാൻ ആ കഥ മുഴുവൻ പറയുന്നില്ല, ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? മഹാദേവൻ വളരെ പ്രസന്നനായി. കാര്യം മറ്റുള്ള വലിയ ശിവഭക്തരാണെന്നും പറഞ്ഞിരിക്കുന്നു ശിവയോഗികളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഭഗവാന്റെ കണ്ണിൽ കൂടെ ചോര വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വെറും വനവാസിയായിട്ടുള്ള ഒരാൾക്കാണ് ഇത്രയും ത്യാഗം ചെയ്യാണ്ട് പറ്റിയുള്ളൂ ഭഗവാൻ വേണ്ടിയിട്ട്. വർഷങ്ങളായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് യോഗികളായിട്ട് നടന്ന അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, വെറുതെ ഇരുന്നു അല്ലേ? അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇനി ഇവനായിരിക്കും, എന്നാൽ ഇവനെ തൊഴുതിട്ട് മാത്രമേ എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരാവുള്ളൂ. അതുകൊണ്ട് കാളഹസ്തിയിൽ ഞാനിരിക്കും. അപ്പം കണ്ണപ്പന്റെ ക്ഷേത്രം മുൻപിലുണ്ടായിരിക്കണം, അവിടെ തൊഴുതിട്ട് മാത്രം എൻ്റെ അടുത്തേക്ക് വരിക. കാളഹസ്തിയിൽ പോകുന്നവർ, ഞാൻ പോയിട്ടില്ല, അവിടെ തിരുപ്പതി ചെന്നിട്ട് അറിയാൻ വയ്യാൻ കാരണം കാളഹസ്തി ഇന്നൊരു സ്ഥലം അടുത്തുണ്ടെന്ന് അറിയാൻ വയ്യാത്ത കാരണം ഞാൻ കാണാതെ പോന്നു. അടുത്ത ആളുടെ കഥ ഞാൻ പറയാം പെട്ടെന്ന്, ഞാൻ ഷോർട്ടായിട്ടാണ് പറയുന്നത്. അടുത്ത ആള് ആരാണ്? നമ്മുടെ പത്മപാദർ. പത്മപാദർ മുമ്പ് ഞാൻ ശങ്കരാചാര്യരുടെ ശിഷ്യനാണെന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ സൗവർണിക നദി ശങ്കരാചാര്യരും കൂട്ടരും എല്ലാം കടന്നങ്ങ് പോയി ശിഷ്യന്മാര്. അപ്പൊ ഇദ്ദേഹം മാത്രം എന്തോ കാരണത്താൽ മറുകരയിലായിപ്പോയി. അപ്പൊ ഇദ്ദേഹം ഓടി വന്നു കഴിഞ്ഞപ്പോ ഗുരു അങ്ങേയറ്റത്ത് എത്തിയിരിക്കുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, വേറെ പേരെന്തുവാണ്, അദ്ദേഹത്തിന് പേര് ഞാൻ ഓർക്കുന്നില്ല, നീ വേഗം നിക്കരെ എത്തുമെന്ന് പറഞ്ഞു. അവിടെ നദിയാണ്, ഇതെന്താണെന്നൊന്നും അദ്ദേഹം മനസ്സിലാക്കി. ഗുരു പറഞ്ഞു നീ വേഗം അക്കരെ എത്തുക. ആ ഗുരുവിന്റെ വാക്കിൽ മാത്രം വിശ്വസിച്ചു. ആ നദിയുടെ മുകളിൽ കൂടെ അങ്ങ് നടന്നു. വെള്ളത്തിൽ അദ്ദേഹം താന്നു പോയില്ല. ഗുരുവിന്റെ വാക്കിലുള്ള വിശ്വാസം, ആ ഒരൊറ്റ വിശ്വാസത്തിന്റെ മുകളില് ഇദ്ദേഹം നടന്ന് നദി കുറുകെ കടന്നു. കുറുകെ കടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ചവിട്ടിയ സ്ഥലങ്ങളിലെല്ലാം എന്തുണ്ടായി? താമരപ്പൂക്കൾ വിടർന്നു വന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ പത്മപാദർ എന്ന് വിളിക്കാൻ തുടങ്ങി അല്ലെ? ഇതേ പത്മപാദര് ആയിട്ട് ബന്ധപ്പെട്ട വേറൊരു ഇതുണ്ട്. ശങ്കരാചാര്യരൊക്കെ ഈ ലോകം വെടിഞ്ഞതിന് ശേഷം ഈ പത്മപാദർക്ക് എന്താണ് ഉണ്ടായത്? പത്മപാദര് ഈ നരസിംഹ ഭഗവാന്റെ ഉപാസകനായിരുന്നു. അങ്ങനെ നരസിംഹ ഭഗവാനെ ഉപാസിക്കാൻ തുടങ്ങി. ആ കഥ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. അപ്പൊ ഈ വിശ്വാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാട്ടാളൻ അന്വേഷിച്ചു പോണതല്ലേ അതെ അതെ, പത്മപാദർക്ക് ഞാൻ വേണ്ടി. പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. അപ്പൊ അങ്ങനെ ഈ പത്മപാദരൻ തപസ് ചെയ്യാൻ നരസിംഹ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അടങ്ങുള്ളെന്നും പറഞ്ഞിട്ട്. ഈ കലിയുഗത്തിൽ അങ്ങനെ ഭഗവാന്മാരെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെടാനായിട്ട് ബുദ്ധിമുട്ടാണ് കലിയുഗത്തില്. നമുക്ക് പല അനുഭവങ്ങളും ഉണ്ടാകും, കൃഷ്ണാനുഭവങ്ങൾ. പക്ഷെ കൃഷ്ണനെ പ്രത്യക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കാര്യം ഭഗവാന്റെ നാമരൂപത്തിലും ഗ്രന്ഥരൂപത്തിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ ഭഗവാൻ പ്രത്യക്ഷത്തിൽ സ്വരൂപത്തിൽ പ്രത്യക്ഷനാകത്തില്ല. അതുപോലെ തന്നെ പ്രഹ്ലാദനെ പോലെ ഒരു ഭക്തനും അല്ല നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താൻ. ഇദ്ദേഹം ഇരുന്ന് തപസ് ചെയ്തിട്ടൊന്നും ഭഗവാൻ വരുന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? തപസ് കൂട്ടി. എന്താണ്? ഫലമൂലാദികളാക്കി, അതുപോലെ തന്നെ ജലപാനം മാത്രമാക്കി, പിന്നെ ജലം ഉപേക്ഷിച്ചു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് ഒരു വേടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു.
അപ്പൊ ഇദ്ദേഹം ചെല്ലുന്ന ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്ത സർവതോമുഖം നൃസിംഹം സിംഹം സിംഹം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പത്മപാദരുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അങ്ങേക്ക് എന്തെങ്കിലും സഹായം ചെയ്യണോ? അങ്ങ് ആരെയോ നഷ്ടപ്പെട്ടിട്ട് അങ്ങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു, ഞാൻ എങ്ങനെ സഹായിക്കാം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു, നീ എന്നെ ശല്യപ്പെടുത്താതെ ഒന്ന് പോകൂന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഇയാൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്, എന്തെങ്കിലും സഹായം ചെയ്യണം, ഇദ്ദേഹത്തിന് ആരെയോ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഒന്ന് തിരിച്ചെടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ പത്മപാദർ ഇദ്ദേഹത്തെ ഓടിച്ചു വിടും. അങ്ങനെ ഇദ്ദേഹം തീരെ വെള്ളം കൂടി ഇല്ലാതായി മാറി. അങ്ങനെ ഈ തപസ് അങ്ങ് കാഠിന്യമാക്കി. അപ്പോഴത്തേനും വേടന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ഇദ്ദേഹം ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കാം? അങ്ങനെ ഇദ്ദേഹവും വേടനും എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാതെയായി, വെള്ളം കുടിക്കാതെയായി. അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് വീണ്ടും ചെന്ന് ചോദിച്ചു, ഇദ്ദേഹം ഇനി മരിച്ചു പോകുമോ എന്നുള്ള പേടിയായിരുന്നു. ചോദിച്ചു, അങ്ങ് ആരാണ് തിരക്കുന്നത്? ഞാൻ അവരെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ തിരക്കുന്ന ആള് നരസിംഹമൂർത്തിയാണ്, നിനക്ക് കൊണ്ടു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ പിടിച്ചോണ്ട് വരാമല്ലോ അങ്ങയുടെ സിംഹത്തെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സിംഹത്തെ പിടിക്കാൻ തമ്പ്രാന്റെ സിംഹത്തെ, തമ്പ്രാനെ വിളിക്കും, തമ്പ്രാന്റെ സിംഹത്തെ അന്വേഷിച്ച് യാത്രയായി. പല സ്ഥലത്തും അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹം ആ വേടൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന് വാള്, തമ്പ്രാന്റെ സിംഹം എന്റെ മുൻപിൽ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ എന്റെ ജീവൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാളെടുത്ത് കുത്തി സ്വമേധ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ സമയത്ത് അവിടെ നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ഈ നരസിംഹമൂർത്തി എന്താണ്? പ്രഹ്ലാദന് ദൃശ്യമായതാണ്. തൂണ് തകർന്ന് പൊടിഞ്ഞ് ലോകം മുഴുവനും ഞടുങ്ങുമാറ് ശബ്ദവും എന്ത് ചെയ്തു? തീജാലകൾ കണ്ണിൽ കൂടെ ഇങ്ങനെ വന്ന് സർവ്വ ദേവീദേവന്മാര്, ലക്ഷ്മി ദേവി അടക്കം 33 കോടി ദേവന്മാരും പേടിച്ച് വിറച്ച് ആ ഒരു സംഭവത്തോടു കൂടി അവതരിച്ച ആ നരസിംഹമൂർത്തി പ്രഹ്ലാദന് മാത്രമേ അവിടെ, നാരദമുനി അടക്കം ബ്രഹ്മാദി ദേവന്മാർക്കെല്ലാം ഭയമുണ്ടായി, മഹാദേവനടക്കം. പ്രഹ്ലാദന് മാത്രം ഭയം ഉണ്ടായില്ല. കാര്യം എന്താണ്? അദ്ദേഹം അകത്തും പുറത്തും എല്ലായിടത്തും സദാ ഭഗവാനെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ ഭാവഭേദങ്ങളും ഉണ്ടായില്ല. അങ്ങനെ എന്ത് ചെയ്തു? കാര്യം ഭഗവാൻ അകത്തും ഉണ്ട്, തൂണിലും ഉണ്ട്, തുരുമ്പിലും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ആ നരസിംഹമൂർത്തി, അത്രയും ക്രുദ്ധനായ നരസിംഹമൂർത്തി ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ആ ഒരു ശാന്ത സ്വരൂപത്തിൽ ഈ വേടന്റെ മുൻപിൽ വന്ന് നിന്നു. അപ്പൊ വേടൻ എന്ത് വിചാരിച്ചു? ഞാൻ ഇവനെ കെട്ടിയില്ലെങ്കിൽ ഈ സിംഹം അങ്ങ് രക്ഷപ്പെടും, അല്ലെ തമ്പ്രാന് എന്ത് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, വീണ്ടും തമ്പ്രാൻ പട്ടിണി കിടന്ന് മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു വള്ളി എല്ലായിടത്ത് കെട്ടി വരിഞ്ഞ് എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തി. ആരുടെ മുൻപിൽ? പത്മപാദനെ. തമ്പ്രാൻ പറഞ്ഞിരിക്കുന്ന തമ്പ്രാന്റെ സിംഹത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്, കണ്ണ് തുറക്കാൻ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? നരസിംഹമൂർത്തി നിൽക്കുകയാണ് അവിടെ. നരസിംഹമൂർത്തി എന്ത് ചെയ്തു? പത്മപാദരുടെ ദർശനം എന്ത് ചെയ്തു? നിർത്തി. അതായത് ദർശനം കൊടുത്തില്ല. പത്മപാദർ നോക്കുമ്പോൾ എന്തോ ഒരു പ്രകാശം മാത്രമേ കാണുന്നുള്ളൂ. അപ്പം അങ്ങയുടെ സിംഹമാണ് ഇവിടെ മുൻപിൽ നിൽക്കുന്നതെന്ന് വീണ്ടും പറയുന്നു. അങ്ങനെ നോക്കിയിട്ടും പത്മപാദർക്ക് കാണാൻ പറ്റുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? ഭഗവാനെ ഇത്രയും ശാന്ത സ്വരൂപത്തിലായിട്ട് ഒരു ദേവീദേവന്മാരും കണ്ടിട്ടില്ല. നരസിംഹമൂർത്തി എങ്ങനെയാണ് ബന്ധനസ്ഥനായി, സ്വമേധയ ബന്ധനസ്ഥനായി ഒരു വേടന്റെ പുറത്ത് കൂടെ പോരുന്നത് കണ്ടിട്ട്, ഇത്രയും അടക്കവും ഒതുക്കമായിട്ട് പോരുന്ന കണ്ടിട്ട് എല്ലാ ദേവീദേവന്മാരും അന്തിച്ചു പോയി. പക്ഷെ എന്ത് ചെയ്തു? പത്മപാദർക്ക് ഒട്ട് ദർശനം കിട്ടുന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഈ പത്മപാദർക്ക് പെട്ടെന്ന് ബോധോദയം ഉണ്ടാകുന്നു. കാര്യം എന്താണ്? എൻ്റെ ഗുരു ആരാണിപ്പോൾ? ഭഗവാനെ കൊണ്ടുതരുന്ന ആളാണ് ഗുരു. അപ്പൊ അദ്ദേഹത്തെ വന്ദിച്ചാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ദർശനം കിട്ടുള്ളൂ. അപ്പൊ ഈ വേടന്റെ കാലിൽ വീണ് നമസ്കരിച്ചപ്പോൾ അങ്ങ് എന്താണ് ഈ ചെയ്യുന്നത്? അങ്ങ് ഇത് സിംഹത്തെ ശരിക്കും നോക്കിക്കേ, അപ്പൊ നീ എനിക്ക് ആ സിംഹത്തിന്റെ ദർശനം ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോ, എന്താണ് സിംഹം ദർശനം കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് നരസിംഹമൂർത്തിയോട് ഈ വേടൻ പറയുമ്പോഴാണ് നരസിംഹമൂർത്തി ഈ പറയുന്ന പത്മപാദർക്ക് ദർശനം കൊടുക്കുന്നത്. അപ്പം എന്താണ്? ആ വിശ്വാസം, അല്ലെ? അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസമാണ് നമ്മളിവിടെ കണ്ടത്, ഭഗവാനുള്ള അചഞ്ചലമായ വിശ്വാസം. അതിനു വേണ്ടിയിട്ട് നമ്മള് പ്രഭു വേടന്റെ നിഷ്കളങ്കമായ ഭക്തിയും അതിൽ വരുന്നില്ലേ? നിഷ്കളങ്കമായ ഭക്തി. നമ്മൾ ഒരുപാട് വേദാധ്യയനം ചെയ്ത് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. തലകീഴായി കുത്തിയിരുന്ന് തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാനെ കിട്ടാനായിട്ട് നിഷ്കളങ്കമായ അചഞ്ചലമായ ഭക്തി മാത്രം മതി. അല്ലെങ്കിൽ പത്മപാദരുടെ അത്രയും വലിയ ഭക്തനായിട്ട്, ശങ്കരാചാര്യരുടെ ശിഷ്യനായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല നരസിംഹമൂർത്തി.
ഈ ഒരു മന്ത്രങ്ങളും അറിയത്തില്ല, ABCD അറിയാൻ വയ്യാത്ത നിരക്ഷരനായ ഈ മൃഗങ്ങളെയൊക്കെ പിടിച്ച് കൊന്ന് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വേടന് നരസിംഹമൂർത്തി നിന്നുകൊടുത്തു. സ്വയം ബന്ധനസ്ഥനായി നിന്നുകൊടുത്തു. കാര്യം എന്താണ്? ഹിരണ്യകശിപുള്ള മഹാസുരന്മാരെ എന്താണ് അദ്ദേഹത്തിന്റെ മാറിടം കീറി എന്ത് ചെയ്തു? കുടൽമാലയിട്ട് രക്തം കോരി ധരിച്ച ആ നരസിംഹമൂർത്തി ഇവിടെ ശാന്തനായി വന്ന് ദർശനം കൊടുത്തു ഈ പറയുന്ന ആൾക്ക് മുൻപിൽ. അപ്പൊ അത് നമ്മളുടെ ആ മനസ്സും നമ്മളുടെ സാധനയും ഭക്തിയും അതുപോലെ തന്നെ ഉപരി ഞാനിപ്പം പഠിപ്പിക്കുന്ന 17ാമത്തെ ശ്രദ്ധാ വിഭാഗങ്ങളിലാണ്. ശ്രദ്ധ എന്നുള്ളതിന് ഒരർത്ഥം വിശ്വാസമാണ്. അപ്പൊ നമ്മളുടെ ആ വിശ്വാസമാണ് എല്ലാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആരോ ഇങ്ങനെ സിനിമാ നടന്മാരോ ആരോ ഇങ്ങനെ പറയുന്നൊരു ക്യാപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസമാണ് എല്ലാം. അപ്പൊ നമ്മളുടെ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു പ്രഭു പ്രഭു നേരമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കഥയാണല്ലോ പ്രഭു. ഓച്ചറ പരബ്രഹ്മം, ഈ പറയിപെറ്റ് പന്തിരുകുലത്തിലെ ഒരാള് ഈ അയാളുടെ അങ്ങർക്ക് ഒരു സേവകനുണ്ടായിരുന്നു തീരത്താണുചാലില്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ബ്രഹ്മം പരബ്രഹ്മത്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ തിരുമേനി. ഈ അന്നേരം അവസാനം ഇയാള് ചോദിക്കും, പിന്നെ ചോദിക്കും ആരെയാണ് അങ്ങ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പരബ്രഹ്മം എന്ന് പറഞ്ഞു. ഇതാണെന്ന് പറഞ്ഞു, പോത്താണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അന്ന് മുതൽ അദ്ദേഹം ഈ പോത്തിനെയാണ് പരബ്രഹ്മമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസാനം പിന്നെ പറയിപെറ്റ മന്ദിരത്തിലെ ഒരാളാണത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ അമിതമായ വിശ്വാസം കൊണ്ട് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഈ കാട്ടുപോത്താന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് ഇവര് മൊറജപത്തിന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ പാണ്ടക്കെട്ടും അതും ഇതും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കാളയാണ് കാള. കാള. അവസാനം ഞാൻ പ്രാർത്ഥിച്ചപ്പോ അത് വന്നു. പക്ഷെ ഈ തിരുമേനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇദ്ദേഹം വന്നു ഈ ഇതെല്ലാം കൂടെ എടുത്ത് ഈ കാളയുടെ പുറത്ത് വെച്ച് അവിടുന്നേ ഇങ്ങ് വന്ന് ഈ ഓച്ചറയിലായിരുന്നു അന്നത്തെ മുറജപം. അപ്പൊ ചോദിക്കും നീ എങ്ങനെ ഇത് കൊണ്ടുവന്നു? അദ്ദേഹം അവിടുന്നല്ലേ പറഞ്ഞത് കാളയാണെന്നുള്ളത്. എന്റെ പരബ്രഹ്മത്തിന്റെ പുറത്ത് വെച്ച് ഞാൻ വന്നു എന്ന് പറയും. എന്തിയെന്ന് തിരുമേനി ചോദിക്കുമ്പോ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തിരുമേനിയെ കാണിക്കത്തില്ല, അത് ഓടിച്ചെന്നൊരു കുളത്തിന്റെ അവിടോട്ട് ചാടും. അവിടുന്ന് പിന്നെ പൊങ്ങി ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു സ്ഥലം ഓച്ചറയില്. അവിടെ തൊഴുന്നുണ്ട്. ഒണ്ടിക്കാവെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഒണ്ടിക്കാവിലെന്നാ, അത് ഒണ്ടിക്കാവെന്നാണ് പറയുന്നത്. ആ ഒണ്ടിക്കാവിൽ ഈ പരബ്രഹ്മം ഉണ്ട്. അമ്പലമൊന്നും അവിടെ ഇല്ല. എല്ലാരും ചെന്ന് ഈ ഒണ്ടിക്കാവിൽ ചെന്നാ തൊഴുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ അമിതമായ വിശ്വാസം അദ്ദേഹത്തിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഭഗവാനിലുള്ള ആ അചഞ്ചലമായ വിശ്വാസം, ആ ദൃഢത അത് ഉണ്ടാകട്ടെ. അതിനെ പരിപോഷിപ്പിക്കാനായിട്ടാണ് ഈ സത്സംഗങ്ങളും നാമജപവും അതുപോലെ തന്നെ കഥാശ്രവണങ്ങളും എല്ലാം. അപ്പോൾ അത് നമ്മൾ ജപിച്ച് നമ്മളുടെ ആ വിശ്വാസം, നമ്മൾ ഭഗവാനെ പറ്റി കേട്ടാൽ മാത്രമേ ഭഗവാനോട്ടിൽ സ്നേഹം ഉണ്ടാവുള്ളൂ. സ്നേഹം ഉണ്ടായെങ്കിൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. ഭക്തി വളർന്നാൽ മാത്രമേ പ്രേമം ഉണ്ടാവുള്ളൂ. അപ്പം അതിനെ എല്ലാവർക്കും ഇടയാകട്ടെ. അവസാനം ആ പ്രേമഭക്തി എന്ന ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയം ഒരുകി രാധാറാണിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പതിനാനും ഭാവനേഷു വൈഷ്ണവേ നന്ദഗോവിന്ദ